230ഓളം ചിത്രങ്ങളിലെ 600-ലധികം ഗാനങ്ങൾ, 300-ലധികം സിനിമകളുടെ പശ്ചാത്തല സംഗീതം, പശ്ചാത്തല സംഗീതത്തിനും സംഗീതത്തിനുമായി 2 ദേശീയ പുരസ്കാരങ്ങൾ, 3 സംസ്ഥാന പുരസ്കാരങ്ങൾ. തൃശൂരിലെ ചർച്ച് കൊയറുകളിൽ നിന്നാണ് ആ കൗമാരക്കാരന്റെ പ്രതിഭയ്ക്ക് ആദ്യം കയ്യടി ലഭിച്ചത്. 10ഓളം സംഗീത ഉപകരണങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ആ 15-കാരൻ പയ്യൻ, അവനും അവന്റെ കൂട്ടുകാരും ചേർന്ന് വോയിസ് ഓഫ് തൃശൂർ എന്ന പേരിൽ പിന്നീട് ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കി. ഒരിക്കൽ ഈ മ്യൂസിക് ട്രൂപ്പിൽ പാടാനെത്തിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആ ചെറുപ്പക്കാരനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയത് മദ്രാസിയിലെ ദേവരാജ സന്നിധിയിൽ. ആ പയ്യനെ പരിചയപ്പെട്ട ദേവരാജൻ മാസ്റ്റർക്ക് മനസ്സിലായി, ഈ പയ്യനിലൂടെ മലയാള സിനിമയിലേക്ക് തനിക്ക് ശേഷം സംഗീതത്തിന്റെ പുതിയ ഒരു യുഗം പിറക്കുമെന്ന്. 1975 മുതൽ 2011 വരെയുള്ള കാലയളവിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിൽ ഒരു സുവർണ അധ്യായം എഴുതിവെച്ച മഹാപ്രതിഭ, ഏതോ ജന്മകൽപ്പനയിൽ ഭൂമിയിലേക്ക് വന്ന് പൊന്നുരുകും പാട്ടുപൂക്കാലങ്ങൾ സമ്മാനിച്ച് ദേവാങ്കണങ്ങളിലേക്ക് മടങ്ങിപ്പോയ ഒരാൾ. ഓർമ്മയിലെന്നും പ്രിയപ്പെട്ട ജോൺസൺ മാഷ്. ലളിതസുന്ദരമായ ആഖ്യാന ശൈലി, മലയാളിയോട് ഇത്രമേൽ ചേർന്ന് നിൽക്കുന്ന, മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ ഭൂമികയിൽ നിന്നുള്ള ഒരുപാട് വ്യക്തികളെ അബ്രപാളിയിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടുവന്ന മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ജോൺസൺ മാഷോടൊപ്പം ഒരുപാട് മികച്ച ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മലയാളികളുടെ അഭിമാനമായി മാറിയ സംവിധായകൻ. ഓർമ്മയിലെന്നും ജോൺസൺ മാഷ് എന്ന ഈ പരമ്പരയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട് സാർ. സ്വാഗതം ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിലേക്ക്. സത്യൻ അന്തിക്കാട് സാറിന്റെ ഒരു ടെലിവിഷൻ പരിപാടിയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, ജോൺസൺ മാഷ് എന്ന പ്രതിഭയോടുള്ള വലിയൊരു ആദരവിന്റെ കൂടെ, അല്ലെങ്കിൽ ആ സൗഹൃദത്തിന്റെ കൂടെ ഒരു ബാക്കി പത്രമായാണ് സത്യൻ സാർ ഏറ്റവും പുതിയ ചലച്ചിത്രത്തിന്റെ തിരക്കുകളിൽ നിന്നും ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ കൂടുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം സാറിന്. സന്തോഷം. 28 ചിത്രങ്ങളാണ് ജോൺസൺ മാഷുമായിട്ട് സത്യൻ സാറിനുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരുപാടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. 28 ചിത്രങ്ങളിൽ ജോൺസൺ മാഷ് സത്യനന്ദി സാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യം വന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പൊ അന്ന് കുടുംബപുരാണം എന്ന് പറയുന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ജോൺസൺ മാഷ് വരിക എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താര സാറാണ്. അദ്ദേഹം താരതമ്യേന ജോൺസൺ മാഷേക്കാളും ജൂനിയറാണ്. അപ്പൊ സിനിമയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ജൂനിയർ സീനിയർ ഓരോരുത്തരും നിൽക്കുന്ന ഒരു സ്ഥാനത്തിന്റെ അളവ് പോലൊക്കെ വെച്ച് പലരും വേണമെങ്കിൽ വിസമ്മതിക്കാം. നീ വേറൊരാള് സംഗീതം ചെയ്ത പടത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. എങ്ങനെയാണ് അന്ന് ആദ്യമായി ജോൺസൺ മാഷിന്റെ പശ്ചാത്തല സംഗീതത്തിലേക്ക് എത്തിയത്? അതിന്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ജോൺസൺ അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ പരിചയമുണ്ട്. കാര്യം A.T. ഉമ്മർ മ്യൂസിക് ചെയ്യുമ്പോഴേക്ക് A.T. ഉമ്മർ, അർജുന മാഷ് ഒക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ പല സിനിമകൾക്കും കണ്ടക്ട് ചെയ്തിരുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നതൊക്കെ ജോൺസൺ ആയിരുന്നു. അപ്പോൾ അന്നോട്ട് ജോൺസണും ഞാനും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ അന്ന് മോഹൻ സിത്താരയുടെ 1 മുതൽ 0 വരെ എന്നുള്ള സിനിമയിലെ പാട്ടുകൾ കേട്ടപ്പോൾ മോഹൻ സിത്താരയെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ റീ റെക്കോർഡിങ് സമയം വന്നപ്പോൾ ജോൺസൺ ഓൾറെഡി എൻ്റെ സുഹൃത്താണ്. നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന വെച്ചാൽ A.T. ഉമ്മറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും ജോൺസനെ മ്യൂസിക് ചെയ്യാനായിട്ട്, റീ റെക്കോർഡിങ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. ജോൺസൺ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നു. ഒന്നുമില്ല, ഈ വക യാതൊരു പ്രശ്നങ്ങളും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സാധാരണഗതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വേറെയാണെങ്കിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ മ്യൂസിക് ഡയറക്ടറെ പാട്ടുകൾ പശ്ചാത്തല സംഗീതത്തിൽ യൂസ് ചെയ്യാനായിട്ട് ചില മടിയുള്ളവരുണ്ടാവും. നമ്മൾ നോക്കുക, അമരം മ്യൂസിക് ചെയ്തിരിക്കുന്ന രവീന്ദ്രനാണ്. അതിൽ രവീന്ദ്രന്റെ പല പാട്ടുകളും റീ റെക്കോർഡിങ്ങിൽ ഉണ്ട്. ജോൺസൺ സംഗീതം മാത്രമാണ്. ജോൺസൺ അതിന്റെ സംഗീതത്തിന് മാത്രം അടിമയാണ്. അല്ലാതെ
ഈഗോടെ അല്ല. കുടുംബ പുരാണം എന്ന ചിത്രം തൊട്ട് തുടങ്ങുന്നത് ഒരു പുരാണം എന്ന വാക്ക് നമുക്ക് പറയാനുള്ള ഘനത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ്. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപാട് സിനിമകളുടെ ആ സിനിമകളുടെ സംഗീതത്തിന്റെ ഒക്കെ കഥകളാണ്. സാർ കേൾക്കാം, ഇരിക്കും. സാർ, അതിനുശേഷം പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാമത് വരുന്നത് അല്ലേ, ഓപ്പൺ ചെയ്യുന്നത്. ONV കുറുപ്പ് സാറാണ് അതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഈ അന്നൊക്കെ സിനിമയുടെ ഒരു കമ്പോസിംഗ് എന്ന് പറയുന്നത് ഡയറക്ടറും ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു പരിപാടിയില്ല. സാറിന് അത്യാവശ്യം ലിറിസിസ്റ്റ് ആയിട്ടാണ് സാർ ആദ്യം വന്നിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ക്രിയേറ്റീവ് ഡിസ്കഷനുകൾ എത്രത്തോളം വന്ന്? അന്നൊക്കെ ശരിക്കും പറഞ്ഞാല് ഈ ലൈൻസ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് പലപ്പോഴും മ്യൂസിക് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് ജോൺസനും ദേവരാജ മാഷ ശിഷ്യനായതുകൊണ്ട് ജോൺസനും അത് വലിയ സന്തോഷമാണ്. കാര്യം ആ വരികൾക്കനുസരിച്ചുള്ള ട്യൂൺ ഉണ്ടാക്കാൻ ജോൺസൺ വളരെ മിടുക്കനാണ്. അപ്പം ONV സാർ ആയതുകൊണ്ട് ഞാനും ജോൺസനും കൂടി നേരെ തിരുവനന്തപുരത്ത് വരികയും ONV സാറിനെ കാണുകയും സിറ്റുവേഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ് രണ്ടെണ്ണം. അതിൻ്റെ ഒരു പാട്ടിൻ്റെ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാര്യം ഈ തീയൊരുക്കി എന്നുള്ള പാട്ട് വളരെ പെട്ടെന്നുണ്ടായി. അടുത്തത് സിറ്റുവേഷന് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറുടെ ശാരി പാടി കൊടുക്കുന്ന അതിൽ നിന്നാണ്. അപ്പോൾ ONV സാർ അത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഗാനമായിട്ട് തന്നെ എഴുതി തന്നു. അതായത് മാമുക്കോയക്കയുടെ കടയുടെ നേരെ രണ്ടാമത്തെ നിലയിലുള്ള. അപ്പൊ അത് വെച്ച് ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജോൺസൺ എന്നെ തമാശയ്ക്ക് മാഷേന്നൊക്കെ വിളിക്കും, മാഷെ ഇതൊരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് വളരെ പെർഫെക്റ്റ് ആണ്, നല്ല സാഹിത്യമൊക്കെ ഉള്ള ഭംഗിയാണ്. പക്ഷെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്നത് വേറെ വഴിക്കാണല്ലോ. അപ്പോൾ ഞാനും നോക്കുമ്പോൾ അത് ഒരു കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നില്ല. പക്ഷേ ONV സാറിനോട് എങ്ങനെയാണ് പാട്ട് മാറ്റി എഴുതി തരാൻ പറയുക, അതൊരു വലിയ വിഷമമാണ്. കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എഴുതുകയൊക്കെ ചെയ്യാറുള്ള ഒരാളായതുകൊണ്ട് ONV സാറിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു പറഞ്ഞ തലേദിവസം സാറിനോട് പറഞ്ഞു, ആ പാട്ട് ജോൺസൺ മ്യൂസിക് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല. ജോൺസന്റെ കുറ്റം, സാറിൻ്റെ അല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കൂടെ വന്നിരിക്കാം, ഞാൻ അത് ഏത് റിതത്തിലാണ് എഴുതിയെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം, അപ്പോൾ അത് കൂടുതൽ അപാടാവും. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറേ കൂടി സിമ്പിളായിട്ടുള്ള കാര്യം, സിനിമ ഒരു പക്ക നാട്ടിൻപുറത്തിൻ്റെ കഥയാണ്, വളരെ പച്ച മലയാളത്തിലുള്ള വേർഡ്സുള്ള ഒരു പാട്ടാണ് വേണ്ടത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ്. ഈ പൊന്നരിവാളമ്പളിയിൽ കണ്ണെറിയുന്നോളെ അതുപോലത്തെ ഒരു പാട്ടായാൽ അതുപോലത്തെ ഒരു കൾച്ചറുള്ള പാട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ONV ഒന്ന് കോളിംബിൽ അടിക്കണം. അതാണ് പ്രതിഭ എന്ന് പറയുന്നത്. തലേദിവസം വൈകുന്നേരമാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞു, ഞാൻ നടക്കാൻ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യനും കൂടി കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഇത് പറ്റുമെന്ന് നോക്കൂ, ഈ പാട്ട് ഒരു പാട്ട് കൊണ്ടുവരിക, അവർ കടലാസ് കൊണ്ടുവരികയാണ്. സത്യം പറഞ്ഞ മീറ്ററിൽ തന്നെയാണ് ആ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് പറഞ്ഞു. ഞാൻ വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാര്യം പൊന്നരിവാൾ അമ്പളിയിൽ കണ്ണെറിയുന്നോളെ അതേ മീറ്ററിലാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്നേരം നല്ല പാട്ട്. കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്നേരം പാടാലോ. അതെ, അത് ഭയങ്കര ഇതാണ്. അപ്പൊ ഞാൻ ചെയ്ത് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് ഞാനും ജോൺസനും കൂടി അടുത്ത ഫ്ലൈറ്റിൽ നേരെ മദ്രാസിൽ വരികയും ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ജോൺസന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ കയറി. ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ജോൺസൺ ഹാർമോണിയം വെച്ച് പാടുന്ന ഇതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ട്യൂൺ. ഞാൻ ജോൺസന്റെ അടുത്ത് തോർത്താതെ പറഞ്ഞു, ഇത് മതി കേട്ടോ ട്യൂൺ. അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുന്നത്. ജോൺസൺ മാഷിനെ കുറിച്ചും പാട്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ചില ഇപ്പം ആദ്യം പറഞ്ഞു സത്യൻ സാർ, ആ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മുഹൂർത്തം കഴിഞ്ഞാൽ അത് തുടക്കം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കഥ അങ്ങ് പോവുകയാണ് എന്ന് പറയുകയുണ്ടായല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവതരണ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള് ജോൺസൺ മാഷാണ്. പല സിനിമയുടെയും പേരെഴുതുമ്പം വീണ്ടും ചില വീട്ടുകാര്യങ്ങളായിക്കോട്ടെ, തലയണ മന്ത്രത്തിലായിക്കോട്ടെ, തൂവൽ കൊട്ടാരത്തിലാണ്ട് വിണ്ണിൻ മാനേജർ, എല്ലാ പാട്ടുകളും സിന്ദൂരം പെയ്തിറങ്ങിയൊക്കെ ഉൾപ്പെടെയുള്ള പാട്ടുകള് വീട്ടുകാര്യങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു. വീണ്ടും ചില വീട്ടുകാരുടെ നാടകം, ആ നാടകം, ആ നാട്ടുകാർ, ആ നാടകത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ ഇപ്പോഴൊക്കെ വോയിസ് ഓവറാണ്. ഏതെങ്കിലും ഒരാൾ നിന്നങ്ങ് പറയാണ്. അതിന് പകരം ഒരു 4-4.5 മിനിറ്റിന്റെ ഒരു പാട്ടിൽ ഒരു നാടും ആ നാട്ടിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഒരു ആള് അത് റൈറ്ററും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൊക്കെ
തൂവൽക്കൊട്ടാരത്തിന് ലോഹിദാസ് ആണല്ലോ എഴുതിയത്. ഞാനും ലോഹിദാസും കൂടിയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, ഇങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ജോൺസനുള്ള ഒരു ധൈര്യം കൂടി ഉണ്ട് നമുക്ക്. ജോൺസൺ ആകുമ്പോൾ ആ പടത്തിന്റെ കൾച്ചറിനനുസരിച്ച രീതിയിൽ ആ സോങ് കൊണ്ടുപോകും. ആ സോങ് കഴിയുമ്പോഴേക്കും ഓഡിയൻസ് സെറ്റ് ആവും, ഇത് എങ്ങനെയുള്ള സിനിമയാണ്, നാട് മനസ്സിലാവും. അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ജോൺസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തിയാണ്, ഒരു മ്യൂസിക്കിന്റെ. ശരിക്കും പറഞ്ഞാൽ ഈ ഇല്ലാതാകുമ്പോഴാണല്ലോ ഒരാളുടെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത്. ജോൺസൺ ഉള്ള സമയത്ത് നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യില്ലായിരുന്നു, പക്ഷെ ഇല്ലാതാകുമ്പോഴാണ് ആ ശൂന്യത നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ജോൺസൺ ഉണ്ടെങ്കിൽ ജോൺസനെ വിളിച്ചാൽ മതി. ജോൺസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായി. പലപ്പോഴും കമ്പോസിങ് നമ്മുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുന്നതിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്യും. കാരണം പാട്ടുകളുടെ ഈണം ചെയ്യുന്നത് പോലും നമ്മളെ ഇൻസ്പയർ ചെയ്യും സീൻസ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അത് കാരണം ജോൺസൺ ഇതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ അതുപോലെ അപാര ഹ്യൂമർ സെൻസ് ആണ് ജോൺസന്. നമുക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ അതിനോട് ചെയിനായിട്ടുള്ള കോമഡികൾ, ചില അനുഭവങ്ങൾ പുള്ളി പറയും. ജോൺസൺ ഒരു മ്യൂസിക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ടോട്ടൽ ഡയറക്ടോറിയൽ ടീമിന്റെ അംഗമാണ്. ഞാനൊരു ഇന്റർവ്യൂലോ വായനയിലോ എവിടെ കണ്ടിട്ടുള്ള ഒരു സാധനം, എനിക്കൊന്ന് മൈനാക പൊന്മുടിയിലോ മറ്റേ വിഷ്വല് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ്. റെക്കോർഡിങ്ങിന്റെ ദിവസമാണ് ഓർക്കസ്ട്ര ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇന്ന് പലർക്കും അത് അറിയില്ലല്ലോ. റെക്കോർഡിംഗ് ദിവസം രാവിലെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വയലിൻസും മറ്റേ എല്ലാ ഇൻസ്ട്രുമെന്റേഴ്സും വന്നിട്ടുണ്ടാവും. അവരെയൊക്കെ വിളിച്ചിരുത്തി പുള്ളി മ്യൂസിക് നോട്ട്സ് എഴുതിയിട്ട് അവിടെ വെച്ചിട്ടാണ് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. തലേദിവസം ചെയ്യേയില്ല, തലേദിവസം ശരിയാവില്ലടോ എന്ന് പറയും. ഞാൻ പറയും ഇല്ല, അത് അവിടെ ഇരുന്ന് ഇവരെ കൂടെ ഇരുന്ന് ചെയ്താലേ എനിക്ക് വരുള്ളൂ എന്ന് പറയും. അവിടെ വിളിച്ച് തന്നെ എഴുതിയിട്ട് സത്യ എങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങാൻ പോകുന്നത്, ഞാൻ എങ്ങനെ തുടങ്ങുന്നത് ഞാൻ ആലോചിച്ചിട്ട് പോലില്ല. കാര്യം ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ, പാട്ട് കിട്ടിയിട്ടാണ് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഓപ്പനിങ് എങ്ങനെയായിരിക്കും, പാട്ടിൻ്റെ ഓപ്പനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓപ്പനിങ് എന്ന് പറഞ്ഞ് ജയറാം എന്തായാലും കുറെ തല ഷേവ് ചെയ്യുന്നതെന്നാണ് ആ പാട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറെ തലകളായിരിക്കും, മൊട്ടത്തലകളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, മതി എന്ന് പറഞ്ഞു. അത് ഇപ്പം നമുക്ക് അതിൻ്റെ റിതം തുടക്കത്തിൽ കേൾക്കുമ്പോൾ ആ തബലയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ മുട്ടത്തിലേക്ക് വളരെ സിങ്കാണ്. അതില് ഒരു വലിയ ഹമ്മിങ് വരുമ്പോ കുറെ മഞ്ഞളൊരു തലേക്ക് കൂടെ ഒഴുകി വന്നിട്ടാണ്. അതിൽ വരേണ്ട വിഷ്വൽസ് എന്തൊക്കെയാണെന്നുള്ളത് റഫായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് പുള്ളിക്ക് അറിയാം. ഈ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ജോൺസൺ മാസ്റ്റർ സംഗീതം ചെയ്തിട്ടില്ലാത്ത സിനിമകൾ, നമ്മള് സംഗീതം ചെയ്ത സിനിമകളും അല്ലാത്ത ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് പോലുള്ള ഒരു സിനിമ നമ്മൾ എടുക്കുമ്പം ഇന്നും അതിന്റെ തീം മ്യൂസിക്കുകൾ ആളുകൾ കേൾക്കുമ്പോൾ സംഗീതം ചെയ്തിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ്, അതിന്റെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാസ്റ്ററാണ്. അങ്ങനെ എത്രയോ മലയാളികൾ ഇഷ്ടപ്പെടുന്ന പടങ്ങളുടെ തീം മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാസ്റ്ററാണ്. അപ്പം ഞാൻ വീണ്ടും കേട്ടിട്ടുള്ള ഒരു കാര്യം, അത് വിശ്വം കാക്കുന്ന നാഥ എന്നുള്ള പാട്ട് സാറാണല്ലോ വരികൾ എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യം ദേവ എന്നായിരുന്നു എന്നുള്ളത്, നാഥ പുള്ളിയാക്കിയതാണ്. വിശ്വം കാക്കുന്ന ദേവ എന്നാണ് ഞാൻ എഴുതിയത്. അപ്പം ദേവ എന്നുള്ളത് ക്രിസ്ത്യൻ ദൈവങ്ങളെ പറയൂല, നാഥ നാക്കു എന്ന് പറഞ്ഞത്. അതെ, വിശ്വം കാക്കുന്ന നാഥ വിശ്വൈക നായക അകാരത്തിലാണ് അവസാനിക്കുന്നത്. ദേവ എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടി ഫോഴ്സ് ഉണ്ടാവും അതിനൊന്ന്. പിന്നെ നാഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് എഴുതിയത് ഒരു ഡെമ്മി പാട്ടായിട്ട് എഴുതിയതാണല്ലോ. ആ പാട്ട് ആ പടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതിയതായിരുന്നില്ല. കാര്യം ഞാൻ കമ്പോസിങ്ങിന് വന്നിട്ട് സമയത്ത് കുറെ കച്ചേരികൾ നടന്നു. കൈതപ്പുറം തമ്മനമ്പൂരി ആ സമയത്ത് കുറെ മ്യൂസിക് കച്ചേരികൾ നടത്തുന്ന കാലമാണ്. അപ്പോൾ തിരുമേനിക്ക് വരാമെന്ന് പറഞ്ഞ ദിവസം വരാൻ സാധിച്ചില്ല. അപ്പോൾ ജോൺസൺ 2 ദിവസം പണിയില്ലാതിരുന്നപ്പോൾ ജോൺസൺ ഇറിറ്റേറ്റഡ് ആയി. മാഷെ എന്നാൽ ഞാൻ ഒന്ന് പോയി വന്നാലോ എന്നൊക്കെ ചോദിച്ചു. ഷൊർണൂർ വെച്ചിട്ടാണ്. അപ്പോൾ ജോൺസൺ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥനാ ഗാനം ഏകദേശം ഇതുപോലെ ആയിരിക്കും വരിക, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ട്യൂൺ കൊടുത്താൽ തിരുമേനെ കൊണ്ട് എഴുതിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്ത വരികളാണ്. അപ്പോൾ അതിമനോഹരമായിട്ട് ജോൺസൺ അത് ട്യൂൺ ചെയ്തു, വിശ്വം കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി. പക്ഷെ എങ്കിലും അത് തിരുമേനി എഴുതാനുള്ള പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ജോൺസൺ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കൈതപ്പുറം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ആ സിറ്റുവേഷൻ, പാട്ട് തിരുമേനി എഴുതിയാൽ മതി. ഇത് കേട്ടോണ്ട് തിരുമേനി പറഞ്ഞു, പാട്ട് ഇത് മതി, മറ്റേ പാട്ട് ഞാൻ എഴുതിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ ഫിറ്റ് ചെയ്ത പാട്ടാണത്. അതെ. എപ്പോഴെങ്കിലും ഈ
വരി എഴുതുന്ന സത്യനന്ദിക്കാടിനെ കുറിച്ച് ജോൺസൺ മാഷ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. ജോൺസന്റെ വരികൾ ഇഷ്ടമാണ്. അതായത് ഇപ്പം തൂവൽക്കൊട്ടാരത്തിലും ഞാനൊരു പാട്ട് എഴുതിനായിരുന്നു, തങ്കനൂപുരമോ. അതെ, അതായത് പുള്ളി പറയും താൻ എഴുതുന്നത് വളരെ ഡയറക്റ്റ് ഫ്രം ദി ഹാർട്ടാണെന്ന് പറയും. അതായത് അതിൽ വേറെ കാവ്യ കൽപ്പനകളൊക്കെ കുറവായിരിക്കും. ഇപ്പം നേരെ വരികൾ ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന വിശ്വം കാക്കുന്ന നാഥ വിശ്വയിക നായക ആത്മാവിലിരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം, അതിൽ വേറെ സാഹിത്യമില്ല കാര്യമായിട്ടുള്ളത്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരു നിമിഷം ദൂരമൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ഓമൃതലൊക്കെ അങ്ങനെയായിരുന്നല്ലോ, പെട്ടെന്ന് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ജോൺസൺ അത് ഇഷ്ടമായിരുന്നു. ജോൺസൺ മാഷ് ആണെങ്കിലും എത്രയോ അധികം ലിറിസിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേലേപ്പറമ്പിലാൻ വീട് എന്ന് പറയുന്ന ചിത്രത്തില് കണ്ണദാസൻ എന്ന് പറയുന്ന തമിഴിലെ വലിയ എഴുത്തുകാരനാണ്. ആ ഒരു പാട്ടിന്റെ ഇടയിൽ ഒരു 4-5 വരികളെ ഉള്ളെങ്കിലും അത് എഴുതിയിട്ടുള്ളത് അവിടെയും പറക്കിയിട്ടുണ്ട്. നമ്മള് വരികളെ കുറിച്ചും വരികളുടെ പാട്ടിലെ പ്രസക്തിയെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ലിറിസിസ്റ്റ് നമ്മളോടൊപ്പം ഇപ്പം ഓർമ്മ പങ്കുവെക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. നിരവധി ഗാനങ്ങളിലൂടെ നമുക്ക് വളരെ പരിചിതനായ എഴുത്തുകാരൻ ജോൺസൺ മാഷ ജീവിതത്തിലും പ്രത്യേക പങ്കുവഹിച്ചിട്ടുള്ള ഒരാൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, പ്രിയപ്പെട്ട RK ദാമോദരൻ മാസ്റ്റർ. നമസ്കാരം, സ്വാഗതം. സത്യനന്ദിക്കാട് സാറുമായിട്ട് ഇങ്ങനെ പാട്ടുകളെയും വരികളെയും കുറിച്ച് കൃത്യം പറഞ്ഞ് അവിടെ എത്തി, വരികളെ കുറിച്ച് പറഞ്ഞെത്തി. എങ്ങനെയായിരുന്നു ജോൺസൺ മാഷുമായിട്ടുള്ള ആദ്യത്തെ ഒരു കാണലൊക്കെ ഓർമ്മയുണ്ടോ? ജോൺസൺ മാഷെ കാണലെന്ന് പറയുന്നത് ഒരു ആകസ്മികതയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 79 ഒരു ദിവസം ഈസ്റ്റ്മാൻ ആന്റണിയുടെ ഒരു പടം, ചെറിയൊരു പടമാണ്, ഇണയെ തേടി എന്ന് പറഞ്ഞിട്ട്. അതിനൊരു ചെറിയൊരു കവിത ടൈറ്റില് ഇണയെ തേടുക എന്ന് പറയുന്ന എല്ലാം പ്രഭാതം, പ്രദോഷം, നദി, കടല്, ഇങ്ങനെ എല്ലാം പ്രകൃതിയിലെല്ലാം ഇണയെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കൺസെപ്റ്റിലൊരു കവിത എഴുതാൻ മറന്നു. ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. സിൽക്ക് സ്മിത അഭിനയിച്ചാണ്. ഈസ്റ്റ്മാൻ ആന്റണി ആദ്യമായിട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ പറഞ്ഞ എൻ്റെ അടുത്ത് വന്ന് കല്ലൂർ ഡെന്നീസും ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലൂർ ഡെന്നീസ് ദേവരായ മാസ്റ്ററായിട്ട് അന്ന് ഏറ്റവും അടുപ്പമുള്ള മനുഷ്യനാണ്. ദേവരായ മാസ്റ്റർ എന്ന് വെച്ചാൽ ഒരു ഭീകരനാണെന്ന് എല്ലാവർക്കും ഒരു മുമ്പിലിരിക്കാൻ പോലും പറയില്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. അപ്പം ഈ ഞാൻ കണ്ടേക്കണെന്ന് വെച്ചാൽ കല്ലൂർ ഡെന്നീസ് മാഷിൻ്റെ ഈ മഹാലിംഗപുരത്തുള്ള കംതാർ നഗറിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാഷ് ഒരു ലുങ്കി മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ, ഷർട്ട് ഇട്ടുണ്ടാവില്ല. മാഷിൻ്റെ തോളത്തൊക്കെ കയറ്റി എന്താ മാഷ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ വളരെ കാഷ്വലായിട്ട് വർത്താനം പറയുന്ന ഒരു മനുഷ്യൻ അന്ന്. അപ്പം ഈ കവിത കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് കാശൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് റിലീസ് ചെയ്യണം ഈ പടം. പിന്നെ ടൈറ്റിൽ സോങ്ങും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിലീസ് ചെയ്യാം. അപ്പം മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മാഷേ ഇതൊരു 2-3 ദിവസത്തിനുള്ളിൽ ചെയ്തെന്ന് കിട്ടണം. ആ മാഷിങ്ങനെ നോക്കിയിട്ട് ആഹാ അങ്ങനെയാണോ, ഒരു 6 മാസത്തേക്ക് ഒക്കത്തില്ലടാ. പക്ഷെ അത് പറഞ്ഞാൽ പറ്റില്ല, ചെയ്യണം എന്ന് പറയണ. വീണ്ടും പറയാണ് ഈ ഡെന്നീസ് അങ്ങനെ പറയുന്നു. പറഞ്ഞപ്പോൾ മാഷ് ഒന്നും മിണ്ടുന്നില്ല. പ്രൊഡ്യൂസറടുത്തോ ഈ ഡയറക്ടറടുത്തോ ഒന്നും ചോദിക്കാതെ അപ്പം തന്നെ സൈഡിലിരിക്കുന്ന മാഷിൻ്റെ സാധാരണ ഫോണിൽ റിങ്, ജോൺസാ ഒന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ നീ. ജോൺസനെ വരുത്തിയിട്ട് ഈ പാട്ട് കൊടുത്തിട്ട് ഇവന്മാർ പറയുന്നത് നാളെ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്, നീ എന്തെങ്കിലും ചെയ്തു കൊടുത്തേ കേട്ടോ. അപ്പൊ ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടർ ഞാൻ കണ്ടിരിക്കുന്നതിൽ, എൻ്റെ അനുഭവത്തിൽ വേറെ വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടാവും. ആ മാഷ് ഈ കവിത ഏൽപ്പിക്കുന്നതിലൂടെ ഈ ജോൺസനെ അവതരിപ്പിക്കുകയാണ്. അത് അദ്ദേഹം പാലിച്ചു. ജോൺസന്റെ ഈ കഴിവിലൂടെ, പാട്ടിലൂടെ, പിന്നീടുള്ള എല്ലാ ചെയ്തികളിലൂടെ എന്നാണ് പറയാനുള്ളത്. അത് ദേവരാജ മാഷ് അത്രയും ബുദ്ധികൾ കണ്ടിട്ടുണ്ട്. അന്ന് വരെ മാഷ് വയലിൻ വായിക്കുന്ന ഒരു മനുഷ്യൻ, മാഷിൻ്റെ ഓർക്കസ്ട്രേഷനിലുള്ള ഒരാൾ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. എനിക്കറിയില്ല ഈ ജോൺസനെ.
ജോൺസനും ഔസേപ്പച്ചനും എന്ന എണാളെ പോലെ വയലിൻ വായിച്ചു. ഞാൻ അന്ന് ഹനീഫയുടെ കൂടെ ഉമ്മാലോഡ്ജിലാണ്. വലിയ ശല്യമാണ്, കാരണം പുലർച്ചയ്ക്കൊക്കെ ഇവർ വയലിൻ വായിച്ച് ഭയങ്കര ബഹള. ഔസേപ്പച്ചൻ അന്ന് അവിടെയാണ് താമസിക്കുന്നത്. അല്ല, അപ്പൊ ഈ പറഞ്ഞ സംഭവത്തിന് മുമ്പ് ജോൺസൺ മാഷ് സംഗീതം സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ടുണ്ടോ? ചെയ്തിട്ടേ ഇല്ല. ഫസ്റ്റ് ഫിലിമാണ്. ഫസ്റ്റ് ഫിലിം മാത്രമല്ല, ഒരു സോങ് ചെയ്യുന്നത് അതാണ്. അതിന്റെ വരികളാണ് അതാണ് വിപിന വാടിക കുയിലു തേടി, വിപഞ്ചിയോ മണി വിരലു തേടി, പുരുഷ കാമന ഇന്നും സ്ത്രീയിൽ, ഇവിടെ ജനിമൃതി പൂക്കും വഴിയിൽ, ഇണയെ തേടി ഇണയെ തേടി. ഒരു കൺസെപ്റ്റില് ഇണയെ തേടുന്ന എല്ലാത്തിനെ കുറിച്ചുമാണ് വരുന്നത്. മനോഹരമായിട്ട് ട്യൂൺ ചെയ്തു. അത് നമുക്കൊന്നും കേൾക്കാനൊന്നും അവസരമില്ല, കാരണം അതിന്റെ ഇവിടെ പോലും അതിന്റെ ഒരു പ്രിന്റ് പോലും കിട്ടാനില്ല. ഞാൻ അതിന്റെ പാട്ട് എടുത്ത് വെക്കണം. ജോൺസൺ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെവിടെ കിട്ടും. ഞാൻ ഈസ്റ്റ്മാനെ കൊണ്ട് അന്വേഷിച്ചു, ആർക്കൈവ്സിലൊക്കെ പോയി നോക്കി, ഈ പ്രിന്റ് പോലും ഇല്ല, പാട്ടുമില്ല എന്നുള്ളതാണ് ഒരു ദുരന്തം. ഇപ്പം ദാമോദരൻ സാർ പറഞ്ഞതുപോലെ അന്ന് അപ്പുറത്തെ മുറിയില് വയലിൻ വായന ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഔസേപ്പച്ചൻ സാറും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന വയലിൻ നമുക്കിപ്പോ ജോൺസൺ മാസ്റ്ററുടെ സമകാലീനനും സുഹൃത്തും ഒരേ നാട്ടുകാരനുമൊക്കെ ആയിട്ടുള്ള സംഗീത സംവിധായകൻ, നിരവധി പാട്ടുകളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ സാറ് ജോൺസൺ മാഷെ ഓർക്കുന്നു. ജോൺസന്റെ ഒരു പ്രത്യേകത ഒറ്റയടിക്ക് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഇപ്പം മലയാള സിനിമാ സംഗീത ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോൺ ആണ്. നമുക്ക് പഴയ കാലത്ത് ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, പിന്നെ ബാബുക്ക തുടങ്ങിയ ഒട്ടനവധി ഗ്രേറ്റ് മാസ്ട്രോസ്, മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ മുൻഗാമികളുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്നൊരു ചേഞ്ച്. നമ്മൾ മൊത്തത്തിൽ സിനിമാ സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നമ്പർ 1 അതിൻ്റെ വക്താവ് ജോൺസൺ തന്നെയാണ്. കാരണം വേറൊന്നുമില്ല, സിനിമാ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകൾ മാത്രമൊന്നുമല്ല. സാധാരണ അന്ന് കാലത്തെ ആൾക്കാർ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടാണെന്ന് ധരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിന് ആകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടില്ല? ഇംഗ്ലീഷ് സിനിമയിൽ പാട്ട് എവിടെയുള്ള ഏതെങ്കിലും ചില മ്യൂസിക്കൽ സബ്ജക്റ്റിന് മാത്രമേ പാട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പാട്ടില്ല. അതിലും മ്യൂസിക് ഉണ്ടല്ലോ. ഓസ്കാർ അവാർഡ് കിട്ടുന്ന മ്യൂസിക്കുകൾ അതിലുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊരു പുതിയ ശൈലി കൊണ്ടുവന്നത് ജോൺസനാണ്. ഇന്നും ആ ജോൺസൺ ചെയ്ത ആ റീറെക്കോർഡിങ്ങുകളെ വെല്ലുന്ന ഒരുപാട് മ്യൂസിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മ്യൂസിക്കൽ സൗണ്ടിങ് ഉള്ള വ്യത്യസ്തതയുള്ള മ്യൂസിക്കൊക്കെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഞാനും കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൽകുന്നതിൽ ഇന്നും ജോൺസനെ കവച്ച് വയ്ക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ പാടില്ല, നമ്മൾ ആ പടത്തിലേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. ജോൺസന്റെ ഏതൊരു പടം, എല്ലാ പടങ്ങളും നല്ലത്, ഇനിയിപ്പോൾ മോശമായ പടം എടുത്തു നോക്കിയോളൂ, അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താണ്, അതിലെന്താണ് വായിച്ചിരിക്കണതെന്ന് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാനെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പാനിങ് നോട്ട് ബുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേൾക്കത്തില്ല, നമ്മൾ പടത്തിലേ ശ്രദ്ധിക്കുള്ളൂ. ഇതൊരു മാജിക്കാണ്. 28 സിനിമകളെന്ന് പറയുന്നതിൻ്റെ ഒരു കാലപരിധിയും എണ്ണവും വളരെ കൂടുതലാണ്. ഇപ്പം ആമുഖത്തിൽ സംസാരിച്ചപ്പം സത്യൻ സാറ് തന്നെ പറഞ്ഞു, പലരും പറയും മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും 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 ആവർത്തിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണല്ലോ ഒരുപോലെ ആവും. നമ്മളെപ്പോഴും സിനിമയ്ക്കാണെങ്കിൽ വേണ്ടത് പുതുമയുമാണ്. എങ്ങനെയാണ് ആവർത്തിക്കുകയും പുതുമ കണ്ടെത്തുകയും ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അത് ഒരു സംവിധായകന്റെ രീതിയും എൻ്റെ അഭിരുചിയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന സംഗീത സംവിധായകനാവുമ്പോഴാണ് നമുക്ക് ആവർത്തിക്കാൻ തോന്നുന്നത്. ക്യാമറാമാൻ വിപിൻ മോഹൻ എൻ്റെ 30ഓളം സിനിമകൾക്ക് ക്യാമറ വർക്ക് ചെയ്തു. കാര്യം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വിഷ്വൽസാണ് വിപിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ശ്രീനിവാസനും ജോൺസനും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. എനിക്കത് വളരെ കംഫർട്ടബിളാണ്. കാര്യം ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിൽ എന്താണ് വേണ്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും അത് തന്നെ നമുക്ക് തിരിച്ചു തരികയും ചെയ്യുന്നതാണ്. അതിൽ ജോൺസന്റെ ഒരു അപാരം എടുക്കാണ്. ജോൺസന് 2-3 കാര്യങ്ങൾ വെച്ചാൽ, ഒന്ന്, നല്ല സാഹിത്യബോധമുണ്ട്. ഒരു ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം, അതെവിടെ നിർത്തണം, എവിടെ ബ്രേക്ക് ചെയ്യണം, അതിൻ്റെ ഇടയിൽ വല്ല വരികൾ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യും.
മനസ്സിലായില്ല, അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് വരികൾ വേണമെന്ന് പറയും. ONV സാറിൻ്റെ അടുത്തടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ടാലൻ്റ് ഉള്ള ഒരാൾ ഒരു സിനിമയുടെ ഭാഗമാവുകയാണ്. ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുന്നു, ഒരാൾ മ്യൂസിക് ചെയ്യുന്നു, ഒരാൾ സിനിമോഗ്രാഫി ചെയ്യുന്നു, പക്ഷേ എല്ലാവരും ചെയ്യുന്നത് സിനിമയാണ്. അപ്പോൾ അത് വേറിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ആവർത്തനം നമുക്ക് എനിക്കങ്ങനെ വിരസമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ 10-25 ഒരു 20 സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പലരും എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിരുന്നു, എല്ലാ സിനിമയും ഇങ്ങനെ ജോൺസൺ ഒന്ന് മാറ്റി വെറൈറ്റി ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ജോൺസൺ ചെയ്യുമ്പോഴാണ് തൃപ്തി കൂടുതലാവുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ ജോൺസന്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇളയരാജയുടെ അടുത്തേക്ക് പോകുന്നത്. ആ ഒരു വാചകം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും നമുക്ക് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു വാചകം ജോൺസൺ എന്നോട് പറഞ്ഞു എന്നുള്ളത്. അന്ന് ജോൺസന് വളരെ കൂടുതൽ പടം ഇല്ലാത്ത സമയമാണ്. പക്ഷേ ഇളയരാജയെ കൊണ്ടൊരെണ്ണം ചെയ്യിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ജോൺസന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാനൊരു പടം ഇളയരാജയെ കൊണ്ട് ചെയ്യിക്കാൻ ആലോചിക്കുന്നു, ജോൺസന് വിഷമമില്ലെങ്കിൽ മാത്രം. ജോൺസൺ പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യിക്കുക ഇളയരാജയെ കൊണ്ട്. ഇളയരാജ എന്നേക്കാൾ നല്ല മ്യൂസിക്കാരനാണ്. അത് ഒന്ന്. മറ്റൊന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് വിഷമമുണ്ടോ, എനിക്ക് വേറെ കൂടുതൽ പടങ്ങളുണ്ടായിട്ടൊന്നുമില്ല. സിനിമയുള്ളത് കൊണ്ടാണ് നമ്മൾ സുഹൃത്തുക്കളായത്. ആ സൗഹൃദം നിലനിർത്താൻ സിനിമ വേണമെന്നില്ല. അങ്ങനെ പിന്നെ അതാണെങ്കിൽ പിന്നെ അത് സൗഹൃദം അല്ലല്ലോ. താൻ ധൈര്യമായിട്ട് ചെയ്യിക്കടോ. ജോൺസൺ എന്ന അനശ്വര സംഗീത സംവിധായകന്റെ ഓർമ്മകളുമായി നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ദേവൻ സാർ. ജോൺസൺ മാഷെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത്, ജോൺസൺ മാഷ്, ഞാൻ ഈ ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലായിരുന്നു ജോൺസണും ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് എൻ്റെ ഓർമ്മ ആദ്യം വരുന്നത്. അപ്പോൾ എൻ്റെ മോളെ സ്കൂളിൽ വിടാനായിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ ജോൺസൻ്റെ അന്നൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടറിലാണ് ഞാൻ കൊണ്ടുപോവുക എൻ്റെ മോളെ ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ വളരെയധികം, പിന്നെ നാട്ടുകാരനാണല്ലോ, ജോൺസണും ഞാനും തൃശ്ശൂർക്കാരാണ്. അപ്പോൾ എപ്പോഴും ജോൺസണും ഞാനും വളരെ അടുത്ത് ഉള്ള ആൾക്കാരാണ്. പിന്നെ ജോൺസന്റെ സിനിമകളിൽ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടം എന്ന സിനിമയിൽ ഞാനും പാർവതിയും കൂടിയിട്ടുള്ളൊരു പാട്ട് സീനുണ്ട്. അതിൽ മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഇന്നും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ, മീറ്റിങ്ങിലോ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ അതിടും. ഞാൻ വരുമ്പോൾ ആ പാട്ടിടും. അതുപോലെ തന്നെ പിന്നെ സത്യൻ അന്തിക്കാടൻ്റെ ഒരു പടത്തിൽ, ഞാൻ സത്യൻ്റെ ഒറ്റ പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. പിൻഗാമിയിലെ വെണ്ണിലാവോ എന്ന് പറഞ്ഞൊരു പാട്ടാണത്. അത് ഇപ്പോഴും എന്നെ പല ആൾക്കാരും ഓർക്കുന്നത് ആ ഒരു പാട്ടിലൂടെയാണ്. ഞാനും മോഹൻലാലിൻ്റെ ചെറുപ്പത്തിലുള്ള ആ കുട്ടിയും ശാന്തകൃഷ്ണനുമായിട്ടുള്ള വളരെ സന്തോഷകരമായ ഒരു ഫ്ലാഷ് ബാക്കിൽ വരുന്നൊരു സീനാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സീൻ. അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മ പെട്ടെന്ന് വരുന്നത് ഈ രണ്ട് പാട്ടുകളാണ്. ഈ രണ്ട് പാട്ടുകളും ഇന്നും ജനങ്ങളുടെ മനസ്സിൽ, മലയാളിയുടെ മനസ്സിലുണ്ട്. അല്ല, ചില കഥാപാത്രങ്ങൾ, ഞാനിപ്പോൾ ഒരു സിനിമയിൽ എപ്പോഴും അതിലൊരു കേന്ദ്ര കഥാപാത്രം, ഒരു നായകൻ നന്മ ചെയ്യുക, നന്മകളെല്ലാം നായകനിലേക്ക് എത്തുക എന്നൊക്കെ പറയുമെങ്കിലും, ഞാനിപ്പോൾ നേരത്തെ പൊന്മുട്ടിയിടുന്ന താറാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് സംഗീതവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ലെങ്കിലും ഈ ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചറെ പറ്റിയൊക്കെ പറഞ്ഞ് ആ സിനിമയിൽ എവിടെയോ ഈ ഡാൻസ് സ്കൂൾ നടത്തുന്ന ടീച്ചർക്ക് ഷാരി ചെയ്യുന്ന കഥാപാത്രത്തിന് പൈസയ്ക്ക് ആവശ്യം വരുമ്പം കരമന ജനാർദ്ദനൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഇത് നീ ഇത്രയും നാള് എന്ന വാടകയാണ്, ഇത് ആ വാടക കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കണക്കാക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു നന്മ, ഈ പരസ്പരം പോന്ന് ഇപ്പൊ ഈ പറഞ്ഞ വാക്കുകളിലൊക്കെ കാണുന്ന ഒരു വളരെ രസകരമായ ഒരു സൗഹൃദം അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ നല്ല സൗഹൃദങ്ങൾ, ഇവര് കുറെ നാൾ ഇവര് വാടക കൊടുക്കാത്തതിനകത്തുള്ള ശത്രുക്കളും ആണ്. ഈ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ? ആശയപരമായ പിണക്കങ്ങൾ ഉണ്ടാവണമല്ലോ. പിണക്കങ്ങൾ ആശയപരമായിട്ടും അല്ലാതെയൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ, സൗഹൃദമുള്ളതല്ലേ പിണക്കം ഉണ്ടാവാൻ. അതായത് പിണങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിന്റെ വ്യാപ്തിയാണ്. സൗഹൃദത്തിന്റെ ഒരു ശക്തിയാണ്, വ്യാപ്തിയാണ് നമുക്ക് പിണങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത്. ജോൺസനെ ഞാനായിട്ട് പലപ്പോഴും പിണങ്ങാറുണ്ട്, അതിനപ്പുറത്ത് കാര്യമായിട്ട് ഇണങ്ങാറുണ്ട്. ഒരിക്കൽ ഒരു റീ റെക്കോർഡിങ് തിയേറ്ററിൽ വെച്ച് പിണങ്ങിയിട്ടുണ്ട്, വീണ്ടും ചില വീട്ടുകാരങ്ങൾ. അതിന്റെ റീ റെക്കോർഡിങ് PV ഗംഗാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വന്ന് പ്രസാദ് 70 അപ്പം
രാവിലെ റീ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് തലേദിവസം 2 ദിവസം മുമ്പ് നമ്മൾ പടം ഇട്ട് കണ്ട് എവിടേക്ക് എങ്ങനെ മ്യൂസിക് വേണമെന്നൊക്കെ ആലോചിച്ച് ഒരു റഫായിട്ടുള്ള ഐഡിയ കിട്ടിട്ട് തിയേറ്ററിൽ വന്നു കഴിഞ്ഞ ശേഷം തികച്ചും പേഴ്സണലായ ഒരു കാര്യത്തിന് ഞാനും ജോൺസൺ തമ്മിൽ ഒന്ന് പിണങ്ങി. അപ്പം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ജോൺസൺ എൻ്റെ അടുത്ത് പറഞ്ഞു, താൻ മ്യൂസിക് ശരിയാകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, അല്ലാതെ വേറെ കാര്യങ്ങൾ ഇടപെടണ്ട എന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം പാക്കപ്പ് ചെയ്യാം. അങ്ങനെ 9 to 9 ഉണ്ടായിരുന്ന റീ റെക്കോർഡിങ്ങിന് വന്ന ഫുൾ ഓർക്കസ്ട്രയെ ഒരു 11 മണിയായപ്പോൾ ഞാൻ പാക്കപ്പ് ചെയ്ത് പിരിച്ചു വിട്ടു. അത് ശരിക്കും ജോൺസന് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പുള്ളി നേരെ വീട്ടിൽ പോയി ഞാൻ വേറെ ആരെയും കൊണ്ടെങ്കിലും മ്യൂസിക് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അത്രയും സീരിയസ് ആയിട്ടുള്ള വണക്കമായിരുന്നു. പക്ഷെ വേറൊരാളെയും എൻ്റെ മനസ്സിൽ വരുന്നില്ല, പ്രത്യേകിച്ചും ആ സിനിമ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസമായ സമയത്ത് ഞാൻ സേതു മണ്ണാർക്കാരനെ ജോൺസന്റെ വീട്ടിലേക്ക് വിട്ടു. പുള്ളിയാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അപ്പോൾ റാണി പറഞ്ഞു, ജോൺസന്റെ വൈഫ് പറഞ്ഞു, അന്ന് തിയേറ്ററിൽ നിന്ന് എന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ പുള്ളിക്കും പ്രയാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സത്യേട്ടൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, ചെല്ലാൻ പറഞ്ഞു. അപ്പം ജോൺസൺ സേതുവിൻ്റെ അടുത്ത് പറഞ്ഞത്, അന്നത്തെ വഴക്കിനെ പറ്റിയിട്ട് സത്യനോ രക്ഷ എന്നോട് മിണ്ടരുത് എന്ന് പറഞ്ഞു. പോളണ്ടിനെ കുറിച്ച് വേറെ എല്ലാ മിണ്ടില്ല. അന്ന് നേരെ വന്നു, കനം പിടിച്ച മുഖത്തോടു കൂടി എൻ്റെ അടുത്തിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിനെ കരയിപ്പിച്ച ഒരു സന്ദർഭമാണ് അപ്പം ഉണ്ടായത് ആ റീലിൽ. അതായത് ഷൂട്ട് ചെയ്യുമ്പോൾ അന്നൊന്നും മോണിറ്ററൊന്നും ഇല്ലല്ലോ, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡ്രീം സീക്വൻസ് ഉണ്ട്. അതായത് വീണ്ടും ചില കേട്ടുകാര്യങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാമോ, സംയുക്ത വർമ്മയുടെ വീട്ടിലേക്ക് ജയറാം വരുന്ന ഒരു ഡ്രീം, ഒരു നാടക നെടുമുടി വീണു ഞാൻ ദൂരെ പോയിട്ട് മുട്ട മേടിച്ചു വരാന്നൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞ് ഇവർ രണ്ടുപേരും തനിച്ചാക്കിയിട്ട് ഡ്രമാറ്റിക് ആയിട്ട് ഇവർ രണ്ടുപേരും ദൂരത്തേക്ക് നടന്നു പോകും. അപ്പൊ ഞാനത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് ഒരു അമ്പിളി ചന്ദ്രനെയൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ട് ഒരു മരത്തിന്റെ ചോട്ടിലേക്ക് ഇവൻ നാടക നടനാണല്ലോ, അപ്പൊ ഒരു നാടകീയമായിട്ടുള്ള ഒരു ഇതിൽ ഞാൻ വിപിൻ മോഹന്റെ അടുത്ത് പറഞ്ഞു, ഒരു ലെങ്തി ട്രോളിട്ടേക്ക് ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ നമുക്ക് പഴയ KPSC നാടകത്തിലെ മറ്റേ ഏതെങ്കിലും ഒരു നാടകഗാനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ജോൺസനെ കൊണ്ട് പാടിപ്പിക്കാം, മ്യൂസിക് പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ വിപിൻ അതുപോലെ തന്നെ കൊണ്ട് ആക്കി. അത് കഴിഞ്ഞ് വേറെ കുറേ ദിവസങ്ങൾ വേറെ സീൻ ഷൂട്ട് ചെയ്ത് ഈ വിവരം ഞാൻ മറന്നുപോയി. ഇത് ഞാൻ ജോൺസന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഈ പിണങ്ങിയതിനു ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞിട്ടപ്പോൾ ഈ റീലാണ് വന്നത്. ഈ റീല് വന്ന് ആ ഷോട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ജോൺസൺ എന്നോട് പറയാണ്, മാഷേ നമുക്ക് ഇവർ പോകുന്ന ഈ ഡ്രമാറ്റിക് മൂമെന്റ്സിലെ KPSC ഏതെങ്കിലും നാടകത്തിലെ പാട്ടിലെ ഒരു മ്യൂസിക് കിട്ടാലോ, വെള്ളാരം കുന്നിലെ എന്ന് പറഞ്ഞിട്ട്, അത് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ട് അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഷോട്ട് എടുത്തത്. അത് ജോൺസൺ അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതൊരു സംവിധായകന്റെ മനസ്സ്, ഒരു സംഗീത സംവിധാനം തിരിച്ചറിയാന്നുള്ളത് ഞാൻ നേരെ കെട്ടിപ്പിടിച്ചു കൊള്ളിനെ. അതോടുകൂടി ആ വഴക്ക് തീർന്നു. മാഷെന്നാണ് വിളിക്കുന്നത് അല്ലേ? മാഷെന്നാ പരസ്പരം വിളിക്കുന്നത്. നമുക്ക് ഇനി ജോൺസൺ മാഷുമായി കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പം പാട്ടുകാരന്റെയും പാട്ടുകാരിയുടെയും സാന്നിധ്യം നമുക്ക് ഈ എപ്പിസോഡിൽ ആവശ്യമുണ്ട്. ആദ്യം നമുക്കൊരു പാട്ടുകാരനെ വിളിക്കാം. അദ്ദേഹം ചലച്ചിത്ര പിന്നണി ഗായകനാണ്, സൂപ്പർ ഹിറ്റായ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. സ്നേഹപൂർവ്വം എപ്പിസോഡിലേക്ക്, ഈ പരമ്പരയിലേക്ക് ജോസഫ് മാഷെ ഓർക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഗായകൻ നിഷാദ്. നിഷാദ് സ്വാഗതം. യെസ്, താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം. നിഷാദ് പാലപ്പൂയിതളിൽ എന്ന് പറയുന്ന പാട്ടൊക്കെ സിനിമയിൽ പാടി വളരെ, അതാണെന്ന് തോന്നുന്നല്ലേ ഏറ്റവും പോപ്പുലർ ഏറ്റവും ഹിറ്റായ പാട്ട് അതാണ്. തിരക്കഥ എന്ന് പറയുന്ന സിനിമയിൽ പാടിയത്. അപ്പൊ നിഷാദ് ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട് പാടുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ആമുഖത്തിനേക്കാളും നല്ലത്. ഉറപ്പായിട്ടും. എന്റെ പാട്ടാണ് ആദ്യം നിഷാദ് പാടിയിരിക്കുന്നത് സിനിമയിൽ. ഒരു പാട്ട്. അപ്പൊ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല, ഇനി ആവശ്യമില്ല. പാട്ട് പറഞ്ഞ അത്രയും വെറുതെ ആയി. അതേതായിരുന്നു നിഷാദ്? ഓമനെ ഒരു താരാട്ട് മണിക്കുട്ടന്റെ സിനിമ അല്ലേ? നമുക്ക് ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട് നിഷാദ് അപ്പൊ ഏതാണ് തരാൻ പോകുന്നത്? ഉറപ്പായിട്ടും വെള്ളാര പൂമല മേലെ. നമ്മൾ കാരണം ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. കാരണം ഓണപ്പാട്ട് പാടുമ്പോ എപ്പോഴും നമ്മൾ പൂവിളിയൊക്കെ പാടും. ഒരുപാട് വേദികളിൽ ഓണപ്പാട്ടുകൾ പാടുമ്പോ
ഈ പാട്ടില് ഈ ഓണത്താര അടി വരുന്നത് കൊണ്ട് നമ്മൾ ആ പാട്ടെടുത്ത ഒരു ഡിഫറെന്റ് ആയിട്ട്, പക്ഷെ അത് ഭയങ്കര ആവേശം, ഈ എനർജി ഉണ്ടാക്കുന്ന ഒരു ഈ പാട്ടാണ്. ഓണത്താർ എന്നൊക്കെ പറയുമ്പോഴേ ഈ ഉത്തര കേരളത്തിലുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചിലവർ വിളിച്ചിട്ട്, എന്താണ് ഈ ഓണത്താർ എന്നുള്ളത്, ഇവിടെ ഒന്നും ആളുകൾക്ക് അറിയില്ല. അല്ല, ആ പാട്ടിന് വേറെ പ്രത്യേകത ഉള്ളത് ജോൺസൺ കൈതപ്രം എന്നുള്ള ടീം ആരംഭിച്ചത് ഈ പാട്ടിൽ നിന്നാണ്. ഈ പാട്ട് ആ പിന്നെ എത്രയോ പടങ്ങള് അവര് തമ്മിലുണ്ട്. അതെ, അതെ. ആ അല്ല, ഇപ്പോഴും നമ്മൾ വെറുതെ ചോദ്യം തൊടുത്തത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ഒരു ലിറിസിസ്റ്റ് എന്നുള്ള നിലയിൽ അത് പറഞ്ഞിട്ട് ഓണത്താറിലോട്ട് അല്ല, പോവാം. ഈ ഓണത്താർ എന്ന് പറയുന്നപ്പോ നമ്മള് ഈ തെക്കൻ കേരളത്തിലൊന്നും ഇല്ലത്. ആ, ഈ ഉത്തര കേരളത്തിലുള്ള ഓണപ്പൊട്ടൻ എന്നൊക്കെ പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, നമ്മളുടെ ഇവിടെ ഒന്നും പരിചയമില്ല ഇവിടെ. അതെ. അപ്പൊ ആ ഓണത്താർ കാണിക്കുന്നുണ്ട് അതില്, അല്ലെങ്കിൽ കാണാം നമ്മൾക്ക് ആ ഉത്തര കേരളത്തിന്റെ മലബാറിന്റെ പ്രത്യേകതയുള്ള ചില സംഭവങ്ങൾ. അത് വന്ന് ഈ പാട്ടിലൂടെയാണ് ഓണത്താറിനെ പറ്റിയിട്ട് ഈ എനിക്ക് തോന്നുന്നത് സാധാരണ ജനങ്ങൾ ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലൊക്കെ മനസ്സിലാക്കുന്നത്. കൈതപ്പുറം അത് ആ കൈതപ്പുറത്തിന്റെ സ്വത്വം അതില് ഒന്നാണ് പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു കണ്ണൂരുകാരൻ കൈതപ്പുറംകാരൻ അവരുടെ ഓണം മലബാറിന്റെ ഉത്തര മലബാറിന്റെ ഒരു ഓണത്തിന്റെ ഒരു വാക്ക് അല്ലെ ഒരു ബിംബം ഉണ്ടായില്ലേ. ഈ രണ്ട് പാട്ടുകളാണല്ലോ വരവേൽപ്പിലുള്ളത് അല്ലെ. ഒരു ബസ്സൊക്കെ പൊളിഞ്ഞിരിക്കുമ്പോഴുള്ള ഒരു ദുഃഖഗാനം, ഒരു സെന്റിമെന്റ്സ് പാട്ട് കൂടെ ഉണ്ട്. ദൂരെ ദൂരെ സാഗരം സാഗരം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വെള്ളാരപ്പൂമല കേൾക്കാൻ നിഷാദെ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ആഹാ, ഈ പാട്ടില് സിനിമയില് ഈ പാട്ടിൽ നമുക്ക് ജോൺസനെ കാണാം. അയ്യോ, അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൈനൽ മിക്സ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ടെന്നില്ല. ജോൺസൺ അതുകൊണ്ട് ലൊക്കേഷനിൽ വന്നു, പാലക്കാട് വന്നു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ മിക്സ് എനിക്ക് പിന്നീട് കേട്ടാലും മതി. അപ്പോൾ ജോൺസൺ എന്തോ ഒരു ഒഴിവ് ദിവസം പോലെ അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ അന്ന് ഈ കാരവനൊന്നും ഇല്ലല്ലോ. അന്ന് നമുക്ക് ഷൂട്ടിങ്ങിന് പറഞ്ഞാൽ ഞങ്ങളൊരു ബസ് വാങ്ങി സ്വന്തമായിട്ട്. ഈ അതിലെ ഗൾഫ് മോട്ടോഴ്സ് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി വാങ്ങിയതാണ്, വാടക കൊടുത്താൽ മുതലാവില്ല. അപ്പോൾ ആ ബസ്സിൽ തന്നെയാണ് രാവിലെ എല്ലാവരും ലൊക്കേഷനിൽ പോകുന്നത്. ഇപ്പോൾ രാവിലെ എല്ലാവരും കൂടി മോഹൻലാലും ശ്രീനിവാസനും ഇന്നസെന്റ് ആണ് പലപ്പോഴും ആ ബസ് ഓടിച്ചിരുന്നത്. ഇന്നസെന്റ് ബസ് ഓടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇന്നസെന്റ് ഞാൻ ഓടിച്ചോളാം എന്ന് പറയും. ഞാൻ ഒരു ശീലമാവാൻ വേണ്ടിയിട്ട് ഇന്നസെന്റ് ബസ് ഓടിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ വണ്ടിയിൽ കയറി നമുക്ക് അത് കറക്റ്റ് ലൊക്കേഷൻ തരുമ്പോൾ ഒരു ആലിന്റെ ചവിട്ട് വരുമ്പോൾ ഈ സീൻ നമുക്ക് ഇവിടെ എടുത്താലോ വെച്ചാൽ അവിടെ വെച്ച് സീൻ എടുക്കും. അപ്പോൾ ആർട്ടിസ്റ്റിനെ റൂമിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു ബസ് നിറച്ച ആർട്ടിസ്റ്റ്. അപ്പോൾ ജോൺസൺ വന്നപ്പോൾ ജോൺസണോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ ആ ഫ്രെയിം വെച്ചപ്പോൾ ഞാൻ ജോൺസൺ അടുത്ത് പറഞ്ഞു, ജോൺസൺ ഒരു യാത്രക്കാരനായിട്ട് നിന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാട്ടിന്റെ ഒരു ഘട്ടത്തിൽ മുമ്പിൽ ജോൺസൺ ഇങ്ങനെ ബസ്സിൽ നിൽക്കുന്ന ഒരു പീസ് കാണാം. ഈ പരിപാടി ഇപ്പം കുറച്ചധികം എപ്പിസോഡുകൾ കാണുന്ന പലരും, കാരണം ഇപ്പം MG സോമൻ സാറിന് ഡാൻസ് പഠിപ്പിക്കാനാണ് കമലഹാസൻ ആദ്യമായിട്ട് വന്നത്. അദ്ദേഹം കമലഹാസൻ സാറ് ഒരു ഡാൻസ് മാസ്റ്റർ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് പറയുന്ന പോലുള്ള കഥകള്, കൊച്ചിൻ ഹനീഫൊക്കെ പാട്ട് പാടുന്നൊക്കെ ഇതിലിങ്ങനെ ഈ എപ്പിസോഡുകളിൽ പലരും പറഞ്ഞു കേട്ടപ്പോ നമ്മൾ പുറത്തിറങ്ങി കിടക്കുമ്പോൾ ചില ആൾക്കാർ ഈ പരിപാടിയെ പറ്റി പറയുന്ന ഏറ്റവും ഈ സിനിഫയിലായിട്ടുള്ള സിനിമയെക്കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ച് കിടക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം, ഒരുപാട് റെയർ ഇൻഫർമേഷൻസ് ആണ് ഈ പരിപാടിയിൽ വന്ന് പറഞ്ഞു വന്ന. അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞത്. എത്ര പ്രാവശ്യം ഈ സിനിമയും പാട്ടും കണ്ടിട്ടുണ്ടാവില്ല. നീ പാട്ട് കാണുമ്പോ നമ്മള് ഇനി ആ പാട്ട് കാണുമ്പോൾ നോക്കാം. മുമ്പില് യാത്രക്കാരെ ഒരു കമ്പിയിൽ പിടിച്ച് നോക്കി നിൽക്കുന്നതിൽ ഒരു ചെറിയ പീസ് ജോൺസൺ ഉണ്ട്, ജോൺസൺ മാഷുണ്ട്. ഇത് പ്രധാനമന്ത്രി അഭിനന്ദിച്ച ഒരു സിനിമയെ കുറിച്ച് കേട്ടതാണ്. ഇവരെല്ലാരും ബസ്സിൽ പോയി ഇങ്ങനെ ആൽത്തറ ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ച ഒരു സിനിമയെ കുറിച്ചാണ്. 21 ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. 21 days. അതായത് അതിൽ ഫൈറ്റ് ഉണ്ട്, സോങ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. രാവിലെ എല്ലാവരും കൂടി വണ്ടി കയറലാണല്ലോ, അല്ലെങ്കിൽ എവിടെ വെച്ചാൽ അവിടെ
ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു സീൻ എടുത്ത് തീർത്തിരിക്കുന്നതാണ്. അങ്ങനെ ആരും റൂമിലിരിക്കില്ല, കാരവൻ വേണ്ട, അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്, അന്നതില്ല. പിന്നെ ഇന്നത്തെ പോലത്തെ എക്യുപ്മെന്റ്സും ഇല്ല അധികം, അപ്പൊ ഒക്കെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. പക്ഷെ അതുകൊണ്ട് പടങ്ങൾക്ക് യാതൊരു ദോഷം സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഷോർട്സും ഒക്കെ ഉണ്ട് താനും എല്ലാം. അത് ഏതെങ്കിലും ഒരാൾക്ക് രണ്ടാൾക്ക് നല്ലൊരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഒരുപോലെ ഓർമ്മയിൽ നിൽക്കുന്നതാണ് ഈ സിനിമയും അതിലെ സീനുകളും കാര്യങ്ങളും എല്ലാം. അതിനെല്ലാം ഇതുപോലെയുള്ള ഈ സിനിമയ്ക്ക് പുറത്ത് പാട്ടുകൾക്കൊരു വലിയ ജീവിതം ഉണ്ടല്ലോ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സിനിമയുടെ ഫോസിലുകളായിട്ടാ പാട്ടുകൾ ഇങ്ങനെ അവിടെ ഒരു സംഭവം കൂടി ഉണ്ട്. ആളുകൾക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ, അതിലൊരു ഫൈറ്റ് ഉണ്ട്, ബസ് തല്ലി പിടിക്കുന്ന രാത്രി മുരളിച്ചേരന്റെ ഗുണ്ടകൾ ഫൈറ്റ് കമ്പോസ് ചെയ്ത് ആ ഫൈറ്റ് ഡയറക്ട് ചെയ്തത് മോഹൻലാലാണ്. എന്നുവെച്ചാല് ഫൈറ്റേഴ്സൊക്കെ വന്നു, ത്യാഗരാജൻ മാഷ് അന്ന് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഇവർ മുഴുവൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ത്യാഗരാജൻ മാഷ് ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, ലാലെ നീ അത് ചെയ്യ് എന്ന് പറഞ്ഞു. ലാല എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ചെയ്യാൻ സാധ്യത, മാഷ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ലാലിന് ഫൈറ്റ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഈ ബറോസിന്റെ ലാല് സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞു, അതിനു മുമ്പ് ലാല് സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജോൺസൺ മാഷെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. നിരവധി നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രതിഭാസനയായ ഗായിക ഗായത്രി അശോക്. ജോൺസൺ മാഷെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഏർലി 2000s അപ്പോ ദീനദയാലു പാടി എനിക്കൊരു ഫിലിം ബ്രേക്ക് കിട്ടിയിട്ട് ഒരു ഫ്രഷ് വോയിസസിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പൊ എന്നെ പോലത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ എത്രത്തോളം സ്നേഹത്തോടു കൂടി അദ്ദേഹം പെരുമാറി പാട്ട് ഹാർമോണിയം വെച്ച് പഠിപ്പിച്ചു തന്നു, ഇതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്ര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് എന്റെ ജീവിതത്തിലെ. ഉത്തമൻ എന്ന സിനിമയിലെ പാലാഴി എന്നുള്ള പാട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി പാടിയത്. അതുപോലെ തന്നെ നോൺ ഫിലിം ആൽബംസിലും പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിൽ മനോഹരമായിട്ടുള്ള ഒരു ഡുവറ്റ് അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ വന്നത് ഓൾ ടൈം ഗ്രേറ്റ്സ് ആണ് അദ്ദേഹം എന്നുള്ളത്. മെലഡി എന്നുള്ളത് ബ്യൂട്ടിഫുൾ മെലഡീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലപ്പുറം ഫുൾ ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര, അതിനുള്ള അറേഞ്ച്മെന്റ്, സ്ട്രിങ്സ്, ഇതെല്ലാം കൂടി എഴുതാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് വിഷണറി മ്യൂസിഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് 2024 ഏത് റിയാലിറ്റി ഷോ എടുത്തു കഴിഞ്ഞാലും നമുക്ക്, അല്ലെങ്കിൽ മ്യൂസിക് കോമ്പറ്റീഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കഴിവ് തെളിയിക്കണം, അല്ലെങ്കിൽ ആൾക്കാരെ ഇംപ്രസ് ചെയ്യണം, ശ്രോതാക്കളെ ഇംപ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് മതി, പാടിയാൽ മതി. നിഷാദിന് ജോൺസൺ മാസ്റ്ററുമായിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? എന്തോ പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു പാട്ടിന്റെ ക്രിയേറ്റേഴ്സ് വന്നിരുന്നിട്ട് അതിന്റെ ആ പാട്ടിന്റെ അനുഭവങ്ങൾ, ആ പാട്ടുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, എങ്ങനെയാണ് ആ പാട്ടുണ്ടായത്, എഴുതപ്പെട്ടത് എങ്ങനെയാണ്, അതിൻ്റെ എഴുത്തുകാരനും സംഗീത സംവിധായകനും, അത് അർജുനൻ മാസ്റ്റർ പോലുള്ള സീനിയർ ആയിട്ടുള്ള ആളുകൾ മുതൽ ജോൺസൺ മാസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ. അതിൽ ജോൺസൺ മാസ്റ്റർ എപ്പിസോഡിൽ ഞാൻ പാടാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ, ഹിറ്റായ പാട്ടുകൾ പാടി. ആ എപ്പിസോഡിൻ്റെ അവസാനം ഒരു പാട്ട് ആ ക്രിയേറ്റേഴ്സ് പുതിയതായിട്ടുണ്ടാക്കും. ഒരു പാട്ട് പുതിയതായിട്ടുണ്ടാക്കിയിട്ട് അത് നമ്മളെ കൊണ്ട് പാടിക്കും. എനിക്കൊന്നു കമൽ സാറിന്റെ ഒരു പടത്തിലോ മറ്റാണ് ആദ്യമായിട്ട് ഈ കമ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് റെക്കോർഡ് ചെയ്ത കുറച്ച് കഷ്ണങ്ങള് ഓഡിയോ കാസറ്റിൽ പാട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വരും. അത് പാവം രാജകുമാരനോ മറ്റേ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നീട് ഒരുപാട് കാസറ്റിൽ പ്രിയൻ സാറിന്റെയും ഇളയരാജ സാറ് പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നത് അതിനകത്താണ് ഈ ജോൺസൺ മാസ്റ്ററുടെ ശബ്ദം ആദ്യം നമ്മൾ അല്ലാതെ കേൾക്കുന്നത്. കാരണം അതിനു മുമ്പ് നമുക്കൊരു മ്യൂസിക് ഡയറക്ടറുടെ ശബ്ദം കേൾക്കാനുള്ള ഇപ്പം മീഡിയാസ് ഉള്ളതുകൊണ്ട് കാണുകയും കേൾക്കുക. എന്റെയൊക്കെ ചെറുപ്പത്തിൽ വേറെ ഒരു വഴി ഈ കാസറ്റിൽ കേൾക്കുന്നതാണ് ഇയാളാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു റഹ്മാൻ സാർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്, കൺകളാൽ കൈത് എന്ന് പറയുന്ന ഒരു പടത്തില് പാടിയിട്ടുണ്ട് ജോൺസൺ. ജോൺസൺ ഗാനമേളയ്ക്ക് പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ പാടുമായിരുന്നു തൃശ്ശൂര്. പണ്ട് പാടിയുണ്ട്. അത് എഴുതപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് ജോൺസൺ പറയുന്ന സംഭവിച്ചാൽ ഈ ക്രിസ്മസ് കരോളിനൊക്കെ പോകുമ്പോ പാടിയുണ്ട്. അന്ന് ജോൺസൺ അപ്പം ചില സംഭാവന കിട്ടണം, പാട്ടും കൊണ്ട് വീടുകളിൽ പോകുമ്പോ പൈസ. ഒരു സ്ഥലത്ത് ചെന്നിട്ടുള്ളൊരു ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞൂടാ, ജോൺസൺ ഇപ്പോ ഒരു വീട്ടുടമസ്ഥൻ ഗൃഹനാഥൻ അടിച്ച ഫിറ്റാണ്, നല്ല തന്നെയാണ്.
അപ്പോൾ അയാള് പറഞ്ഞു ആ ക്രിസ്മസ് ആയിട്ട് യേശുവിനെ പറ്റി പാടിയാൽ മതി, പാട്ട് യേശുവിനെ. അപ്പൊ ഇവര് പാടുന്നത് മനസ്സിനകത്തൊരു പെണ്ണ് പെണ്ണ്. മയിൽപ്പീലി കണ്ണെന്നുള്ള പാട്ടാണ്. ആ പെണ്ണൊക്കെ യേശു ആക്കി. അപ്പൊ ആ പെണ്ണ് പാടി ജോൺസൺ എന്ത് ചോദിച്ചാൽ മനസ്സിനകത്ത് മനസ്സിനകത്തിലെ യേശു മയിൽപ്പീലി യേശു ഇങ്ങനെ പാടി അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അതെ, ഈ അതെ, അതെ. ജോൺസന്റെ പൊന്നൽക്കും പൂക്കാലം ബുക്കിലുണ്ട്. അതെ. ആ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് പൈസ പിരിച്ചു. മനസ്സിനകത്തൊരു പെണ്ണ് മനസ്സിനകത്തൊരു യേശു മയിൽപ്പീലി യേശു എന്നാ പാടിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ഞാൻ ഗന്ധർവൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ തുടക്കത്തിലൊരു ഹമ്മിങ് വരുന്നതിന് മുമ്പ് എത്രയോ നേരം കുറെ പുകയും ആ പുകയെന്നൊരു അന്തരീക്ഷത്തിലൊരു ഗന്ധർവന്റെ വരവ്, അതൊക്കെ ഇപ്പൊ നമുക്ക് തിയേറ്ററിൽ ഒരു അറ്റ്മോസ് മിക്സ് ചെയ്തിട്ട് ഒരു 64 150 ട്രാക്കില് കേൾപ്പിക്കാൻ പറ്റും. ഇത് ഒരു TV ചാനലിൽ കണ്ടാലും കാസറ്റ് ഇട്ട് കണ്ടാലും ഏത് മൊബൈൽ ഫോണിൽ കേട്ടാലും ഇപ്പോഴും അതിന്റെ ഒരു ഫീല്. ജോൺസന്റെ പാട്ടുകൾ പോലെ തന്നെ ജോൺസന്റെ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഹിറ്റാണ്. അതായത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് സോങ് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ കിടക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൂവാനത്തുമ്പികളിൽ ക്ലാര വരുമ്പോ മഴ പെയ്യും, അതിന്റെ കൂടെ ഈ മ്യൂസിക് ഉണ്ടാവും. അതൊരു വല്ലാത്ത പോയറ്റിക് മൂഡാണ്. പറയാൻ സ്ഥിതിക്ക് നമുക്ക് ആ മ്യൂസിക് ഒന്ന് കേൾക്കാം. നമ്മള് പശ്ചാത്തല സംഗീതത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ലിറിക്സ്, മ്യൂസിക് ഡയറക്ടർ, ഗായകൻ അല്ലെങ്കിൽ ഗായിക, കോറസ് ഒക്കെ പോലെ തന്നെ വലിയൊരു മേഖലയാണ് ഒരു പാട്ടിനെ സംബന്ധിച്ച് അതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത്. പല വാദ്യോപകരണങ്ങളും ജോൺസൺ മാഷ് 10ഓളം വാദ്യോപകരണങ്ങൾ വായിച്ചിരുന്നു എന്നാണ് കേട്ടത്. നിരവധി നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് സിനിമാ പാട്ടുകൾക്ക് പിന്നിൽ വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് വായിച്ചിട്ടുള്ള രവീന്ദ്ര മാഷിനെയും ജോൺസൺ മാഷിനെയും ഒരുപാട് സംഗീത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആ മേഖലയിൽ ഒരു പ്രഗത്ഭനായ ഒരാൾ നമ്മളോടൊപ്പം ഇപ്പൊ കൂടുകയാണ്. ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജോസി ആലപ്പുഴ. ഞങ്ങള് വരികളെക്കുറിച്ച്, സിനിമ സിറ്റുവേഷൻ പലതിനെക്കുറിച്ചും സംസാരിച്ചു. എൻ്റെ ഒരു ഓർക്കസ്ട്രയുടെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ജോസ് ചേട്ടൻ. ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല ജോൺസൺ മാഷോടൊപ്പം? ഞാൻ 10ഓളം സിനിമകളിൽ ജോൺസന്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് തന്നെ ഭൂതക്കണ്ണാടി ജോൺസൺ മാഷിന്റെ കൂടെയാണ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു പാട്ട്, അതിൻ്റെ റെക്കോർഡിംഗ് വേള ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിവിടുന്ന് ജോൺസൺ മാഷിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പ്രാക്ടീസ് എല്ലാം ചെയ്ത് കോഴിക്കോട് മ്യൂസിക് സിറ്റിയിലാണ് എൻ്റെ വർക്ക്. പ്രാക്ടീസ് ചെയ്തെല്ലാം അവിടെ ചെന്നപ്പം ഫസ്റ്റ് എടുക്കുന്ന പാട്ട് തലചായ്ക്കാൻ ഒരു ആഴ്വാരം എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ബിറ്റെല്ലാം പറഞ്ഞതിപ്പോൾ നമ്മൾ പ്രാക്ടീസിന് എടുത്തു വെച്ചപ്പോൾ ഇത്രയുള്ള ഒരു ഹാർമോണിയം, അത് ഈ പിച്ച് തമ്മിൽ ഭയങ്കര വ്യത്യാസം. അപ്പോൾ എൻ്റെ അടുക്ക ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എനിക്ക് ശ്രുതി ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ അങ്ങ് ഭയങ്കര വിഷമമായി പോയി. കാര്യം എനിക്ക് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നതല്ലേ. അപ്പം പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. അതിനകത്തൊരു തെരുവ് അത് അങ്ങനെ ഒരു അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എന്താണ് അവരുടെയൊക്കെ മനസ്സിലെ ഒരു അതുകൊണ്ട് പാട്ടിന്റെ കൾച്ചർ ചോദിച്ചേട്ടെ. ഇതിപ്പം പൊന്മുട്ടയിടുന്ന താറാവില് തീയിലൊരുക്കി എന്നുള്ളത് ശ്രദ്ധിച്ചാല് കുറെ തട്ടുമുട്ടും ഒക്കെ ആ പാട്ടിലുണ്ട്. ഇതിലൊരു പുള്ളുവൻ പാട്ടിന്റെ ഒരു ബേസ് അതിന്റെ പശ്ചാത്തല സംഗീതത്തിലും ഒക്കെ കിടക്കുന്നുണ്ട് ഈ സിനിമയില്. അപ്പൊ ഇനിയിപ്പം അത് മാളച്ചേട്ടനാ പാടുന്നതെങ്കിൽ അതിനേക്കാളും നമുക്ക് ഇങ്ങനെ ഒരാൾ ഇങ്ങനൊരു പാട്ട് പാടുമെന്നൊക്കെ ചിന്തിക്കാവുന്ന രീതിയിലാണ് ചെങ്കോൽ എന്ന് പറയുന്ന പടത്തിലെ മധുരം ജീവാമൃതം ഒരു വഴിയില് കടയില് രാത്രി ഒരു വഴിവെക്കിലിരിക്കുന്ന ഒരാളാണ് മധുരം ജീവാമൃതം എന്ന് പറയുന്ന ഒരു പാട്ട് പാടുന്നത്. അപ്പം
വിഷ്വലിൽ ആര് എങ്ങനെ വന്നാലും എല്ലാം അതിനെല്ലാം നേരത്തെ തന്നെ മനസ്സിൽ കണ്ട് കൃത്യമായിട്ട് ക്രമപ്പെടുത്തിയിട്ടുള്ളൊരു പാട്ടാണ് അദ്ദേഹം എല്ലാ സിനിമകൾക്കും വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിലിമിൽ എനിക്ക് എന്നെ അതിശയിപ്പിച്ച, എനിക്കത് ഇത് രണ്ടും കണക്ട് ചെയ്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ അനുഭവം അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ പടത്തിൽ വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് റിയാനിലായിരുന്നു പരിപാടി. ആ പടത്തിന് കമ്പോസിങ് മുഴുവൻ, അതായത് ഒന്ന് ഓർക്കസ്ട്ര ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ട്, ഭയങ്കരപ്പെട്ട കോറസ്, ഭയങ്കരപ്പെട്ട വയലിൻ എല്ലാം ഉണ്ട്. ആ പാട്ടിന്റെ BGMs ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് ഈ കോഡ് എഴുതുന്നത്. അന്നത്തെ നമ്മളുടെ ഒരു ഇത്, അന്ന് നമ്മളിതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അതാണ് മ്യൂസിക്, അതാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണ്. ജോസിയേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലതവണ കണ്ടല്ലോ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്റർ ഹരിമുരളീരവം എന്നുള്ള പാട്ടിലെ പുല്ലാങ്കുഴൽ വായിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലജ്ജാവതി എന്ന് പറയുന്ന പാട്ടിന്റെ തുടക്കത്തിലെ അത് വായിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒരുപാട് പാട്ടുകൾക്ക് പുല്ലാങ്കുഴൽ വായിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പം ജോൺസൺ മാസ്റ്റർ ഒരു 2 പാട്ടുകൾ ജോസിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. തീർച്ചയായിട്ടും സാറിന്റെ തന്നെ പടത്തിലെ ഒരു പാട്ടാവട്ടെ, അതായിരിക്കും ഗംഭീരാവുക. അതെ. ഒരു വലിയ നൊസ്റ്റാൾജിയ. എനിക്ക് ഉർവശി ചേച്ചി ഇങ്ങനെ കടിച്ചു പോകുന്ന ഇങ്ങനെ വെള്ളത്തില് ഓർമ്മ വരും ആ ലൊക്കേഷൻ മനസ്സിൽ വരുന്ന ആ സിനിമകളൊക്കെ. അപ്പം കണ്ട ഞങ്ങൾക്ക് ഇത്രയും വരുമെങ്കിൽ എന്ത്. ജോസ് ചേട്ടാ, മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ടൊന്ന് ജോസ് ചേട്ടൻ ഫ്ലൂട്ടിൽ വായിക്കുന്ന ഒരു അഴകാണ്, അത് കേൾക്കാൻ ഒരു സുഖമാണ്. തീർച്ചയായിട്ടും നമുക്ക് വായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പാട്ടും കൂടെ ആയാൽ അതിനേക്കാൾ മനോഹരമല്ലേ. ആയിക്കോട്ടെ, ഒരു 2 പേരും കൂടെ ഒരു വരി പാടുന്നു, ഒരു വരി വായിക്കുന്നു, പോവാൻ നന്നാവും. ഓക്കെ. നമ്മുടെ റാണി ചേച്ചി ജോൺസനെ പറ്റി എഴുതിയേക്കണ ലേഖനത്തിന്റെ ശീർഷകം ഇതാണ്, മോഹം കൊണ്ടു ഞാൻ എന്നുള്ളതാണ്. ജോസ് ചേട്ടാ, ഒരെണ്ണം കൂടെ ഏതാണ് തരാനുള്ളത് ഞങ്ങക്ക്? കണ്ണാടി കയ്യിൽ. ഉറപ്പായിട്ടും ഗ്രിപ്പുള്ള പാട്ടാണ്.
സത്യൻ സാറിനോട് ദാമോദരൻ സാറിനൊക്കെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്തായാലും എല്ലാം എന്നുള്ള ഉത്തരത്തിലേക്കായിരിക്കില്ലേ പോവുക? അങ്ങനെയല്ലേ പറയാൻ പറ്റില്ലല്ലോ, ജോൺസൺ എല്ലാമാണ്. അതെ. അല്ല, ഞാൻ ജോൺസൺ കമ്പോസിങ്ങിന് വരുമ്പോൾ എന്നും നമ്മുടെ പാട്ട് തുടങ്ങണൊക്കെ മുമ്പ് പാടിപ്പിക്കുന്ന 2 പാട്ടുകളുണ്ട്. ഞാൻ പറയും, ജോൺസ അനുരാഗിണി ഒന്ന് പാട്. അപ്പൊ പുള്ളി ഇയാൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അനുരാഗിണി പാടും. അത് കഴിഞ്ഞാൽ അടുത്തത് ഞാൻ പറഞ്ഞേക്കാൻ മുമ്പ് എന്നെ പുള്ളി പറയും അത് ഗോപികയാണ്. ഈ 2 സോങ്ങും ഞാനൊരു മൂഡ് ഉണ്ടാവാൻ വേണ്ടിട്ട് കാറ്റത്തെ കിളിക്കൂടും, കാറ്റത്തെ കിളിക്കൂടും എന്റെ അനുരാഗിണി എന്നുള്ള ജോഷിയുടെ പടത്തില് ഒരു കുടക്കീഴിൽ അത് അപാരമായ ഒരു ഹാർട്ടിലേക്ക് എത്തുന്ന അതിമനോഹരമായ ലിറിക്സുമാണ്. പൂച്ചൽ ഖാദറിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വല്ലാത്ത മൂഡ് ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ് അത്. അപ്പോൾ ഞാൻ ജോൺസന്റെ ശബ്ദത്തിൽ പാടി കേൾക്കാൻ ഈ നമുക്ക് പാടി കേൾക്കാനേ ജോൺസന്റെ ശബ്ദത്തിൽ പാടി കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭാവം ഉണ്ടോ അതില്. ജോൺസൺ പാടി കൊടുക്കുമ്പോ നമ്മൾ കമ്പോസ് ചെയ്തിട്ട് പാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ മിക്കവാറും നമ്മളത് കേൾക്കുമ്പോൾ ജോൺസൺ തന്നെ പറയാറുണ്ട് ഒരു 40% പാടി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അദ്ദേഹം ഡയറക്ടർ പാടുന്ന ഭാവം നമ്മുടെ റീ റെക്കോർഡിങ്ങിനൊക്കെ ഒരു ഇൻസ്ട്രുമെന്റിനും അങ്ങനെ കിട്ടി കേൾക്കത്തില്ല. എപ്പോഴും മ്യൂസിക് ഡയറക്ടർ പാടി കേൾക്കുന്നത് നമ്മൾ ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും അതിന്റെ പകുതി ഓടടുത്തേ നമുക്ക് ചിലപ്പം ഗായകരിൽ നിന്ന് കിട്ടത്തുള്ളൂ. പാടി കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ജോൺസൺ. ഇപ്പോഴത്തെ പലർക്കും പാടി കൊടുക്കാൻ അറിയില്ല. പഴയ പാട്ടുകള് ബാബുരാജിന്റെ പാട്ടുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. രസമാണ് ആ ഒരു പുഷ്പം. അല്ല, മറ്റത് റിയൽ ആയിട്ടുള്ളത് ഗംഭീരമാണ്. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്വരം മുഴുവൻ കിട്ടില്ല കേട്ടോ. ജോൺസൺ അതില് വല്ലാത്ത അനുരാഗിണി പാടാം. അനുരാഗിണി ഇതായിൻ കരളിൽ ജോൺസൺ മുന്നിരുന്ന് പാടുന്ന പോലെ ഫീൽ ചെയ്തു. ദാമോദരൻ മാഷ് ഒരു രക്തം എന്ന് പറയുന്ന ഒരു സിനിമ കൂടെ ജോൺസൺ മാഷോട് ഒപ്പം ചെയ്തിട്ടില്ലേ? അത് ഏതായിരുന്നു? 3 പടം ചെയ്തിട്ടുണ്ട്. 3 പടം ചെയ്തിട്ടുണ്ട്. ഇതിൽ രക്തം ജോഷി സാറിന്റെ സിനിമ. രക്തം ജോൺസനാണ് 81 ചെയ്താണ്, ആദ്യ കാലഘട്ടത്തിലുള്ള പാട്ടാണ്. ആ സമയത്ത് എഴുതിയിട്ട് മ്യൂസിക് ആണോ മ്യൂസിക്കുള്ള എഴുത്താണോ? രണ്ടും ചെയ്തിട്ടുണ്ട് അതില്. ഈ സുഖം ഒരു ഗ്രീഷ്മം ഇറങ്ങിയ ഭൂവിൽ ഉള്ളൊരു പാട്ട് ചെയ്യുമ്പോൾ കുറെ മ്യൂസിക് ചെയ്തു, ഇഷ്ടപ്പെട്ടില്ല. ജോഷിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി കുറെ കഴിഞ്ഞിട്ട് ഞാൻ ബംഗാളിയിൽ പണ്ട് കേട്ടിട്ടുള്ള ഒരു ട്യൂണിന്റെ ഓർമ്മയിലൊരു സാധനം ഉണ്ട് ചെയ്ത സംഭവം. സുഖം ഒരു ഗ്രീഷ്മം ഇറങ്ങിയ ഭൂമി. ഈ അടുത്ത് എം ജയേന്ദ്രൻ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്, 6 മാസം മുമ്പ്. അദ്ദേഹം വിളിച്ചിട്ട് കാലത്താണ് ഞാൻ സാറിനെ ഒന്ന് കടിച്ചോട്ടെ എന്ന്. വെറുതെ വെക്കുക. അപ്പൊ ഞാൻ ഇന്നലെ വല്ലതും അടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, അല്ല അടിക്കില്ല, എനിക്കറിയാം, നല്ല സുഹൃത്ത് ബന്ധമുള്ളതാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ട് ആ സുഖം ഒരു ഗ്രീഷ്മം ഇറങ്ങിയ പോലും. അത് ആ ദാസേട്ടൻ സുഖം എന്ന് പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ താങ്കളാണ് എഴുതിയതെന്ന് ഞാൻ ഇന്നലെ മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വളരെ സൗഹൃദമുള്ള മനുഷ്യനാണ്, ഇതറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ചെയ്തത് വളരെ കഷ്ടപ്പെട്ട് BTHലിരുന്ന് എറണാകുളത്ത് ഭാരത് ടൂറിസമില്ല. അതിന്റെ കഥയിൽ എന്താ വെച്ചാൽ ഒരു ഗ്രീഷ്മം ഇറങ്ങിയ ഭൂവിൽ നിന്നുള്ള പാട്ട് വരി എഴുതി കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് പിടിച്ചില്ല. ജഗൻ പിക്ചേഴ്സ് അപ്പച്ചനാണ്. ഗ്രീഷ്മം എന്നുള്ള വാക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇത് നല്ല സുഖമുള്ള സംഗതി, എല്ലാം അമഞ്ഞു വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും എടുത്ത് കളയണം. അപ്പൊ എന്താ ഞാനും ജോൺസൺ അത് ഭയങ്കര ഇഷ്ടം. ജോൺസൺ ഈ പറഞ്ഞ പോലെ ലിറിക്ക് നല്ല ഇഷ്ടമാണ്, നന്നായിട്ട് വായിക്കുന്ന ഒരു മനുഷ്യനാണ്, സാഹിത്യമൊക്കെ ഇഷ്ടമാണ്. പാടി വരുമ്പോഴും ഗ്രീഷ്മം നല്ലത്. ജന്മം ചെയ്യാൻ സമ്മതിക്കില്ല അപ്പച്ചൻ. ഞങ്ങൾ അപ്പച്ചനെ പറ്റിക്കാൻ വേണ്ടി സുഖം ഒരു വേനലിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം നോക്കി. പാട്ട് ട്യൂണിന് കറക്റ്റാണ്, കൊള്ളില്ല, ആ ഡെപ്തും കിട്ടില്ല. ആ വിഷ്വലിൻ്റെ നിന്നും ഡെപ്ത് കിട്ടണ്ടേ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ. അറിയാലോ, ഇപ്പൊ സത്യനൊക്കെ അറിയാൻ പറ്റുമത്. അത് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാനും ജോൺസണും കൂടെ പണി. അപ്പച്ചൻ ഇങ്ങനെ ചെയ്തോട്ടെ, നമുക്ക് ദാസേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചട്ടം കെട്ടിയിട്ട് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് ശരിയാക്കാമെന്ന്. സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞങ്ങൾ ദാസേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഗ്രീഷ്മം എന്ന് പാടുക. അപ്പം അപ്പച്ചൻ കയറി ഇടപെടും. അപ്പം വേനൽ എന്നുള്ള വാക്കാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയാം. അത് വേണ്ട ഗ്രീഷ്മം എന്ത് സുഖമാണെന്ന് പാടിത്തരാം എന്നിട്ട് ദാസേട്ടൻ്റെ ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പാടുക.
ആ ഗ്രീഷ്മമാണ് അതിന്റെ ഏറ്റവും വലിയ സുഖം. പാടി ആ പാടി ദാസൻ ആ ഗ്രീഷ്മം എന്നുള്ള വാക്കിന്റെ ഒരു ഡെൻസിറ്റി ഡെപ്ത് കിട്ടുമോ അതിന്? കിട്ടില്ല. ഒരു ഗായകന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം. നിരവധി വർഷങ്ങളായി ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പാട്ടുകാരൻ, പ്രിയപ്പെട്ട ബിജു നാരായണൻ ചേട്ടൻ ജോൺസൺ മാഷെ ഓർക്കുന്നു. കുട്ടിക്കാലം മുതലേ ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ജോൺസേട്ടൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പിന്നീട് പാടുവാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. വളരെ കണിശക്കാരനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനായിട്ടാണ് ജോൺസേട്ടനെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ഗായകനിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധവും അത് കൃത്യമായിട്ട് തന്നെ പാടിപ്പിച്ചെടുക്കാൻ ജോൺസേട്ടനുള്ള ഒരു കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതേപോലെ അദ്ദേഹമായിട്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാടിയ ഗാനങ്ങളിൽ കല്യാണ സൗഗന്ധികത്തിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ. അതേപോലെ നീ വരുവോളം സിനിമയിലെ പൂവോ നിലാവോ പാലാഴിയോ പൂക്കും കൊതുമ്പിൻ പൂന്തോണിയോ. അങ്ങനെ ഒരുപാട് നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പാടുവാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലികൾ. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പരയിൽ ഇനിയും ആ മഹാപ്രതിഭയെ അനുസ്മരിക്കാൻ നമ്മളോടൊപ്പം ഒരുപാട് പേര് എത്തേണ്ടതുണ്ട്. 1979 ജോൺസൺ എന്ന പേരിൽ ആദ്യമായി ഒരു സംഗീത സംവിധായകൻ പിറവിയെടുക്കുമ്പോൾ അന്ന് ആ ഗാനത്തിന് വരികൾ എഴുതിയ ദാമോദരൻ സാറിന്റെ സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. ആ സാന്നിധ്യത്തിന് ഞങ്ങളുടെ പേരുള്ള നന്ദി ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അറിയിക്കുന്നു. നന്ദി സാർ, താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിന് താങ്ക് യു. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പരയിൽ ഇനി നമ്മളോടൊപ്പം ചേരുന്നത് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായികയാണ്. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഗായിക, ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു ഗായിക. ഹൃദയപൂർവ്വം ഈ പരമ്പരയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മിൻമിനി. മിൻമിനി ചേച്ചിയും ഏതെങ്കിലും ഒരു പരിപാടിയിൽ കണ്ടിട്ട് കുറച്ചു നാളായി. ഇതിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. ജോൺസൺ മാഷോടൊപ്പം ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു മിൻമിനി ചേച്ചി? ആദ്യമായിട്ട് പാട്ടാണ് പാടിയത്. ആ, ജോൺസേട്ടൻ ഇതാണ് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ എന്നൊന്നും അറിയാതെ അത് ഞാൻ ചെന്നൈയിൽ എത്തിയ ദിവസം രാജാ സാറിൻ്റെ വോയിസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അന്ന് തന്നെ രാജാ സാറിൻ്റെ ഒരു പാട്ട് പാടി. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മലയാളത്തിലെ സിനിമയിലൊരു ചാൻസ് തന്ന ആളാണ് രാജാമണി സാറ്. അപ്പോൾ സാറിൻ്റെ വീട് സാലിഗ്രാം തന്നെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഞങ്ങൾ രാജാ സാറിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് കൂടെ ജയനങ്ങളും ഉണ്ടായിരുന്നു, നമ്മുടെ പാട്ട് പാടുന്ന ജയനങ്ങൾ. അങ്കിള് ഞങ്ങള് രാജാമണി സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ പാടി എന്നൊക്കെ അറിഞ്ഞപ്പോൾ. അപ്പോൾ പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യും, ഇപ്പം രാത്രി അരവിന്ദ് ഓഡിയോയിലൊരു പാട്ട് റെക്കോർഡ് ചെയ്യാനുണ്ട്, ജോൺസേട്ടനാണ് പാടുന്നത് കൂടെ എന്ന് പറഞ്ഞു. ശരി, ജോൺസേട്ടൻ എന്ന് പറഞ്ഞത് ഈ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ആണ് എന്ന് ഗ്രഹിക്കാനുള്ള ഒരു അറിവൊന്നും എനിക്ക് അന്നില്ല. അല്ല, അന്ന് കൂടെ പാട്ടുകാരനായിട്ടാണോ പരിചയപ്പെടുത്തുന്നത്? ആ, അപ്പൊ ഞാൻ ജോൺസേട്ടൻ പാടുന്നു, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അരവിന്ദ് ഓഡിയോയിലായിരുന്നു, വോയിസ് മിക്സിംഗ് ആയിരുന്നു അത്. അവിടെ ചെന്നു, ഞാൻ പാട്ടൊക്കെ എഴുതിയെടുത്തു. അടുപ്പൂതും പെരിയ മച്ച 5 വക കുളമ്പ് വച്ച, അങ്ങനെ ഒരു പാട്ടാണ്, ഒരു ഫോക്ക് സോങ് ആണ്. അപ്പോൾ അത് എഴുതിയെടുത്തു. അതിൻ്റെ മെയിൽ വെർഷൻ പാടാനായിട്ട് ഒരു ചേട്ടൻ വന്നു. കൂടെ കുറേ 2-3 പേരൊക്കെ കൂടെ ഉണ്ട്. ഭയങ്കര സ്പീഡിൽ വന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ, എന്താ മോളുടെ പേര് എന്ന് ചോദിച്ചു. മിനി എന്ന് പറഞ്ഞു. പാട്ട് എഴുതിയെടുത്തു. ഞാൻ പാട്ട് പഠിച്ചിരിക്കുകയാണ്. ജോൺസേട്ടൻ വന്ന് പാട്ട് പഠിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പാടി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോള് നന്നായിട്ട് പാടിയിട്ടാ എന്ന് പറഞ്ഞു. അസലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി.
പോയി ആള് കുറച്ചു നേരം കൺസോൾ റൂമിൽ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചു, ഒരു പ്രാവശ്യം പാട്ട് കേട്ടു, ആളങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്ത് ബുക്കൊക്കെ എടുത്ത് കൺസോൾ റൂമിൽ ചെന്നു, എന്നെയും പാട്ടൊക്കെ കേൾപ്പിച്ചു. അപ്പം രാജമണി മാഷിന് മനസ്സിലായി എനിക്ക് ആളെ പിടികിട്ടിയിട്ടില്ല എന്നുള്ളപ്പം. നിനക്ക് ആ ആളെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ജോൺസൺ ചേട്ടൻ എന്ന് പറഞ്ഞു. അതാണ് മ്യൂസിക് ഞാൻ ആദ്യം ജോൺസൺ മാഷായിട്ടുള്ള എന്റെ അനുഭവം പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ സ്വാഭാവികമായിട്ടും ജോൺസൺ മാഷ് സംഗീതം കൊടുത്ത ഒരു മ്യൂസിക്കിൽ ചേച്ചി പാടി എന്നുള്ള ഞാൻ വിചാരിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് നിങ്ങൾ ഒന്നിച്ച് ഡുവറ്റ് പാടിയതാണെന്നുള്ളത് ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ തമിഴായിരുന്നു അല്ലേ? തമിഴ്. എന്റെ ലൈഫ് എന്ന് പറയാൻ അങ്ങനെ ഒരു ലൈഫായിരുന്നു. 14 വയസ്സ് മുതൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ മാത്രമായിരുന്നു എന്റെ ജീവിതം. എനിക്ക് വേറെ ഒന്നും അറിയില്ല പാട്ടല്ലാതെ. പാട്ടും ശരിക്കും അറിയില്ല, പറഞ്ഞു തരണത് പാടും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കുടുംബ സമേതോ കുടുംബസമേതം ജയരാജ് സാറിന്റെ സിനിമയിലാണ് ഒരു, അതേത് പാട്ടായിരുന്നു അന്ന്? നീലരാവിൽ ഇന്ന് നിന്റെ താരകാരം ഇളകി എന്ന് പറയുന്ന പാട്ട്. ഊഞ്ഞാലുറങ്ങി ഹിന്ദോള രാഗം വാങ്ങി എന്ന് പറയുന്ന. അല്ലാതെ തന്നെ നമ്മളെ അടുത്ത് കമ്പോസിങ്ങിന് വരുമ്പോ മിൻമിനെ പറ്റി പറയാറുണ്ട്. നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്, അതായത് അവള് ഇങ്ങനെയൊന്നും എത്തേണ്ട ആളല്ല എന്നൊക്കെ പറയാറുണ്ട്. കുറച്ച് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും ചിലപ്പോൾ വിളിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും ജോൺസൺ വലിയ അപ്രീസിയേഷൻ ഉള്ള ഒരാളാണ്. ഭൂതകണ്ണാടിയിൽ പാടിയിട്ടുണ്ടല്ലോ. അത് എന്റെ ശബ്ദം പോയതിനു ശേഷമാണ്. ആശമരത്തിന്റെ അതിരുന്തലക്കെ 1000 പൂക്കില പൊട്ടി വിരിഞ്ഞ് എന്താ കുണുക്കിട്ട കോഴി, കുണുക്കിട്ട കോഴി കുറിഞ്ചാത്തൻ കോഴിക്ക് അടിവയറ്റിന്ന് ഒരു പുതിയുറഞ്ഞ്. ആ പാട്ട് എത്രയോ പാട്ടുണ്ട്. അദ്ദേഹം ഒരു മ്യൂസിക്, പിന്നെ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമയിൽ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തു ആ പാട്ട് പാടിയിട്ടുണ്ട്. ഒരു അതില് തന്നെ ഉണ്ട് ഊരു സനം ഓടി വന്ന് സേര്. അത് എനിക്ക് തോന്നുന്നത് തമിഴ് പാട്ട്. ചേച്ചി മലയാളിയാണെങ്കിലും ഇപ്പൊ ചിന്ന ചിന്ന ആസൈ ഉൾപ്പെടെ തമിഴിലാണല്ലോ. തമിഴിൽ പോയി പാടിയിട്ട് അവിടുന്ന് മലയാളികള് തിരിച്ചറിയാം. നേരെ മലയാളത്തിലല്ല, ഞാൻ നേരെ മലയാളത്തിലാ പാടി. ആണ് ആരും അധികം അറിഞ്ഞു. അതാണ് ഞാൻ തിരിച്ചറിയുക എന്നുള്ള വാക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചത്. ചിന്ന ചിന്ന ആ പാട്ട് ഉണ്ടാക്കിയ ഒരു അലകള് ഭയങ്കരമാണല്ലോ. അതെ. അപ്പൊ അതിന് മുമ്പ് പാടിയെങ്കിലും നമ്മൾ അറിയുന്നത് ഇതിലാണ്. മാത്രമല്ല ഇന്നത്തെ അത്രയും അറിയാൻ കാസറ്റിന്റെ കവറിൽ പേര് വരുന്നതിനപ്പുറം, അല്ലെ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ പേര് വരുന്നതിനപ്പുറം, ആകാശവാണിയിൽ പേര് പറയുന്നതിനപ്പുറം നമുക്കൊരാളെ മുഖം കൊണ്ടോ ഒന്നും ഒരു പാട്ടുകാരനെയോ പാട്ടുകാരിയോ അറിയാനുള്ള വഴിയില്ലാത്തൊരു കാലഘട്ടമായിരുന്നത് കൊണ്ട് ഈ ചിന്ന ചിന്ന ആസയിലാണ് നമ്മൾ അവിടെ പോയിട്ട് വന്നെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മേലെപ്പുറമിലാണ് വീട് ഞാൻ പറയുന്നത്, അതില് പവിഴം തമിഴത്തിയ. അതെ അതെ അതെ. അപ്പൊ അന്ന് നമ്മളെ സംബന്ധിച്ച് അന്ന് ഈ പാട്ട് പാടിയ ആളും തമിഴത്തിയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണൊക്കെ കേൾക്കുമ്പം അതിനൊരു പവിഴം എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു ഫീല് വരും നമുക്ക്. മലയാളിയാണ് പാടിയെങ്കിലും തമിഴത്തിയുടെ ഒരു ഫീലിലാണ് ഈ രണ്ട് പാട്ടുകളും നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ തമിഴത്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഉണ്ടല്ലേ? കൂടുതൽ ഇത് തന്നിട്ടുള്ളൂ. ആണ്, തമിഴാണ് കൂടുതൽ പാടിയതും തമിഴാണ്. ഒരു പാട്ടുകാരൻ, ഒരു ഗായകന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ അവസരത്തിൽ കേൾക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. കഴിഞ്ഞ കൊല്ലം പോലും പ്രേമലു എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുള്ള ആളാണ്. സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട മാർക്കോസ് ഏട്ടൻ. ജോൺസൺ മാഷിനെ പറ്റി പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഗാനമേള രംഗത്ത് വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ അദ്ദേഹമായിട്ട് അന്ന് അധികം മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം തൃശ്ശൂർ ആറ്റ്ലി എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർക്കസ്ട്ര ജോൺസൺ മാഷ് ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന് ആണ് വർഷങ്ങൾക്ക് മുമ്പ് അത് വോയിസ് ഓഫ് തൃശ്ശൂർ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ ആരംഭിച്ചത്. അപ്പം അന്ന് ഒരു ഫംഗ്ഷന് പാടാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തെ ഒന്ന് കണ്ട് പോയത്. പക്ഷെ അന്ന് കൂടുതലായിട്ടൊന്നും പരിചയപ്പെടാനിട വന്നില്ല. പിന്നീട് കേൾക്കാത്ത ശബ്ദം എന്ന ബാലചന്ദ്ര മേനോൻ്റെ ചിത്രത്തിന് വേണ്ടി
ഓഡിഷന് ചെന്നപ്പോഴാണ് ശരിക്കും ഞാൻ അദ്ദേഹത്തെ കാര്യമായിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ അത് മദ്രാസ് തരങ്ങണി വെച്ചിട്ടായിരുന്നു. എനിക്ക് സെഞ്ച്വറി ഫിലിംസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സെഞ്ച്വറി ഫിലിംസിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരു വിളിയുടെ പുറത്ത് ഞാൻ മദ്രാസിൽ തരങ്ങണി സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. അവിടെ വെച്ചിട്ടാണ് മാഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. വോയിസ് മാഷിനെ ഇഷ്ടപ്പെട്ടു, എന്തായാലും താൻ ഈ സിനിമയിൽ പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ചലച്ചിത്രമായ കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ കന്നിപ്പൂമാനം എന്ന ഗാനം ഞാൻ പാടാനിടയാകുന്നത്. എന്നെ കണ്ടെത്തി എന്നെ സിനിമയിൽ അവതരിപ്പിച്ചത് ജോൺസൺ മാഷാണ് എന്നുള്ളത് ഇനിയും മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹമാണ് എന്നെ കണ്ടെത്തിയത്. ഒരുപാട് പേര് സംഗീതം ചെയ്യുന്നുണ്ട്, പക്ഷെ സംഗീതം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന, അതായത് വോക്കൽ ആയിട്ടും ഉപകരണങ്ങളായിട്ടും അതേപോലെ ഈ കോഡ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും ഓർക്കസ്ട്രേഷൻ്റെ ബീജി ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും റീ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം മാഷ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓരോ തീരുമാനങ്ങളും പെട്ടെന്ന് അദ്ദേഹം കമ്പോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാം ആണ് ഒരു യഥാർത്ഥ മ്യൂസീഷ്യൻ എന്ന് പറയാനുള്ള, അദ്ദേഹത്തെ മാസ്റ്റർ എന്ന് വിളിക്കാനുള്ള ഒരു കാരണമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് പാട്ടുകാരെ കണ്ടെത്തുകയും കൊണ്ടുവരികയും ആലപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ജോൺസൺ മാഷ്. നമുക്ക് ജോസി ചേട്ടൻ്റെ ഒരു പ്രകടനം കൂടെ തൽക്കാലം ഒന്ന് കാണാം. ജോൺസൺ മാഷയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം പറയുന്ന പാട്ടുകളിലൊന്നാണ് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ട്. അതൊന്ന് കേൾക്കാൻ ചോദിച്ചേട്ടാ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളൂർക്കുടം പോലെ തേങ്ങി. ജോസേട്ടൻ റെക്കോർഡിങ്ങുകളുടെയൊക്കെ വലിയ തിരക്കുകളിൽ നിന്നാണ് എന്നറിയാം. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഒരുപാട് പാട്ടുകൾ ജോസേട്ടൻ ഞങ്ങൾക്കിപ്പം സമ്മാനിച്ചു. അതെല്ലാം ഈ ഒരു വലിയ ജോൺസൺ മാഷ് എന്നൊരു വലിയ സംഗീതജ്ഞന്റെ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുമ്പം നമ്മൾ ഈ പാട്ടുകളെ കുറിച്ച് എപ്പോഴും പറയുക എന്നുള്ളതിനേക്കാളും പാട്ട് പാടുക, അത് സംഗീതമായി തന്നെ കേൾക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രസക്തി. വളരെ സന്തോഷം വന്നതിൽ നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്കിതിനകത്ത് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ആൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺസൺ മാഷ്. കാരണം ഞാൻ ഈ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ചില കാര്യങ്ങൾ എപ്പോഴും നമുക്ക് മറക്കാൻ വയ്യാത്ത ഒരുപാട് മെമ്മറികൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്ന ഒരു മാസ്റ്ററാണ്. അപ്പം ആ ആത്മാവിന് മുമ്പിൽ പ്രണമിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പരയിൽ ഇനി ഒരാൾ കൂടി വരികയാണ്. ഒരുപക്ഷെ നമ്മളാരും അദ്ദേഹത്തെ അറിഞ്ഞതിനും അപ്പുറം ജോൺസൺ മാസ്റ്ററെ അറിയാവുന്ന ഒരാൾ, ജോൺസൺ മാസ്റ്ററുടെ പ്രിയപ്പെട്ട പത്നി റാണി ആൻറ്റി. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. റാണിയാൻറ്റി, സ്വാഗതം പരിപാടിയിലേക്ക്. ഞങ്ങൾ കഴിഞ്ഞ കുറേ അധികം സമയം
28 സിനിമകൾ ജോൺസൺ മാഷോടൊപ്പം ചെയ്ത സത്യൻ സാർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് കേട്ടുള്ള പരിചയമാണ്, പാട്ടിലൂടെയും സിനിമയിലൂടെയൊക്കെ. ഒരുപക്ഷെ ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു ജോൺസൺ മാഷെ കണ്ടിട്ടുള്ള ആളാണ് റാണി ആൻറ്റി എന്ന് പറയുന്നത്. വീട്ടിൽ അദ്ദേഹം സംഗീതത്തിന് എന്തുമാത്രം കൊണ്ടുവരുമായിരുന്നു വീട്ടിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്? വീട്ടിലേക്ക് അങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടൊന്നും നടക്കില്ല. റെക്കോർഡിങ് കഴിഞ്ഞ് വന്നാൽ കുറേ നേരം ഇട്ട് ആ പാട്ട് എന്നെ ഫസ്റ്റ് കേൾപ്പിക്കണത്. കാറിലേക്ക് വിളിച്ചിട്ട് എന്നെ അവിടെ ഇരുന്ന് പാട്ട് കുറേ പ്രാവശ്യം കേട്ട് മതിയാവോളം കേട്ടിട്ടാ പിന്നെ വീട്ടിലേക്ക് കയറി വരുവുള്ളായിരുന്നു. അത് ഞങ്ങളൊക്കെ കേട്ട പല പാട്ടുകളും ആദ്യം കേട്ടിട്ടുള്ളത് അപ്പൊ റാണി ആൻറ്റി ആയിരിക്കുമല്ലോ. അതെ അതെ അല്ലേ? അതെ. ആദ്യമൊക്കെ പിന്നെ സ്റ്റുഡിയോയിൽ പോകുമ്പോ റെക്കോർഡിങ്ങിന് പോകുമ്പോ എന്നെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോ ഞാൻ പോകില്ല, എന്നാലും വന്നു കഴിഞ്ഞാൽ ആദ്യം കേൾപ്പിച്ചിട്ട്. അർജുന മാഷാണ് വിവാഹത്തിന്റെ ആണോ? അതെ അതെ. മാഷിന്റെ മോളും ഞാനും കൂട്ടായിരുന്നു, ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ മാഷ് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് ഈ കല്യാണാലോചന ഉണ്ടായത്. എന്നിട്ട് മാഷ് കല്യാണം ആലോചിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ കാണാൻ വന്നപ്പോ അപ്പൊ പ്രേമഗീതങ്ങളുടെ ഫംഗ്ഷൻ എന്തോ കഴിഞ്ഞിട്ട് 100th ഡേ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയായിരുന്നു. അപ്പൊ വന്നിട്ട് എല്ലാരും കുറെ പേരുണ്ടായിരുന്നു, 10-11 പേരുണ്ടായിരുന്നു കാണാൻ വന്നപ്പോ. അപ്പൊ വന്നിട്ട് എന്നോട് ചോദിച്ചു, മ്യൂസിക് ഡയറക്ടർ ജോൺസൺ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ഞാൻ യേശുദാസ്, എസ് ജാനകി, സുശീലാമ്മ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് പിന്നെ അവസാനം വരെ പറയുമായിരുന്നു, അവൾ എന്നെ അത്രയും പേരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്തിയെന്ന്. ഈ അർജുന മാസ്റ്റർ മകള് കൂടെ പഠിച്ചിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു, അതല്ലാതെ ആന്റിക്ക് ശരിക്കും സിനിമയുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നല്ലോ? ഇല്ല, ഒരു ബന്ധമില്ലായിരുന്നു. ജോൺസൺ മാഷ് ജീവിതത്തിൽ വന്നതിന് ശേഷമല്ലേ എല്ലാ സിനിമയും സിനിമാക്കാരുമായിട്ടൊക്കെ ഉള്ള പരിചയങ്ങളും ബന്ധങ്ങളും ഒക്കെ തുടങ്ങുന്നത്? അതെ അല്ലേ? അതെ. സത്യൻ സാറിനെ ഏത് കാലം ഉണ്ടെന്ന് അറിയാം? പണ്ട് തൊട്ട് തന്നെ അറിയാമല്ലേ. ആദ്യത്തെ പടം ചെയ്യുമ്പോൾ വിവാഹിതരാണോ ഇവര്? ആ സമയത്ത് പൊന്മുട്ടയുടെ താറാവിന്റെ സമയത്തൊക്കെ വിവാഹിതരാണ്. പിന്നെ അവിടെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഞാനും ജോൺസണും ഒന്ന് തൃശ്ശൂർക്കാരാണ്, ഒരേപോലെ ഉള്ള വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ റെക്കോർഡിങ് സമയത്ത് എന്തായാലും ഒരു ദിവസം ഫുഡ് വീട്ടിൽ നിന്നാണ്, അതായത് നിർബന്ധപൂർവ്വം അവിടെ കൊണ്ടുപോകും. റാണിയാണ് ചോറ് വിളമ്പി തരിക. അങ്ങനെ അത് ഒരു വല്ലാത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ജോൺസൺ മാഷുടെ ഓർമ്മകളുമായി നിരവധി അനവധി മനോഹരങ്ങളായ സാഹിത്യ ഭംഗിയുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള രചയിതാവ് MD രാജേന്ദ്രൻ സാർ. ജോൺസൺ എന്ന് പറയുന്ന സംഗീത സംവിധായകനെ വാസ്തവത്തിൽ സൃഷ്ടിച്ചത് ഭരതനാണ്. ഭരതന്റെ ഒരു സൃഷ്ടിയാണ് ജോൺസൺ. എന്ന് വെച്ചാൽ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനായി വർഷങ്ങളോളം നിന്ന മനുഷ്യൻ വിത്ത് ദ കൺസെന്റ് ഓഫ് ദേവരാജൻ മാസ്റ്റർ ഭരതന്റെ വീട്ടിൽ വരുന്നു. ഞാൻ KPSC ലളിത, ഭരതൻ, ജോൺസന്റെ അസിസ്റ്റന്റ്, ഈ 4 പേരും കൂടി ഇരുന്നിട്ട് അടിയറവെന്നുള്ള പ്രഖ്യാതമായ ഭരതന്റെ നോവല് പാർവതി എന്ന പ്രശ്നമയാക്കുകയാണ്. അതിൻ്റെ 4 പാട്ടുകൾ എഴുതാൻ വേണ്ടി ഭരതൻ എന്നെ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ ആകാശവാണിയിൽ നിന്ന് ലീവ് ഒക്കെ എടുത്താണ് ചെല്ലുന്നത്. ചെന്ന് ഭരതൻ്റെ വീട്ടിലിരിക്കുന്നു. ജോൺസൺ വരുന്നു. അപ്പോൾ ജോൺസൺ വരുന്നത് ദേവരാജൻ മാസ്റ്ററുടെ അനുഗ്രഹം ഒക്കെ തേടിയിട്ടാണ് വരുന്നത്. അങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്നു. സുഖമായിട്ട് ഈ 4 പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത് ഏറ്റവും രസമുള്ളത്, ഞാൻ വരി എഴുതി കൊടുക്കുന്നു. എഴുതി കൊടുത്ത വരികൾ അവിടെ വെച്ച് ട്യൂൺ ചെയ്യുകയാണ്. അപ്പോൾ ഭരതൻ ഇങ്ങനെ ഒരു നിഴല് പോലെ കൂടെയുണ്ട്. കാരണം പാട്ടിൻ്റെ കൂടെ ജോൺസനെ എങ്ങനെ എല്ലാ രീതിയിലും ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരതൻ. അപ്പം അങ്ങനെ ഓരോ പാട്ടുകളും, ആദ്യത്തെ പാട്ടാണെങ്കിൽ നന്ദസുതാവര തവജൻ എന്നുള്ള ഹിറ്റ് പാട്ട് പാടിയത് വാണി ജയറാമാണ്. നന്ദസുതാവര തവജനനം വൃന്ദാവന ശുഭപുളീനം, അതാണ് ആ പാട്ട്. അപ്പോൾ ആ പാട്ട് വാസ്തവത്തിൽ ഏറ്റവും ഹൃദ്യമായ രീതിയിലുള്ള ട്യൂണ് അവിടെ വെച്ചുണ്ടാവുകയാണ്. മാത്രമല്ല ആ വരികളാണെങ്കിലും വരികളുടെ ഉള്ളിലേക്ക് കടന്നാണ് ഈ ട്യൂൺ വരുന്നത്. അത്ര ഗംഭീരമായിരുന്നു ആ പാട്ട്. ആ പാട്ടിൻ്റെ റെക്കോർഡിങ് വാണിജ്യമാണ് പാടിയത്. ഒരു ജനുവരി 1-ാം തീയതിയാണ് ഈ പാട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് മദ്രാസിൽ. ന്യൂ ഇയർ ഡേ അന്നാണ് ചെയ്യുന്നത്. മദ്രാസിൽ മലയാള സിനിമയിലെ സമ്പന്നരായ എല്ലാ ഡയറക്ടേഴ്സും ഉണ്ട്. KG ജോർജ്, പത്മരാജൻ എന്ന് വേണ്ട ഭരതൻ്റെ എല്ലാ ഫ്രണ്ട്സും, പവിത്രൻ, ഇങ്ങനെ ഒരുപാട് പേര് റെക്കോർഡിങ്ങിന് അവിടെ വന്നിരുന്നു ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ജോൺസൺ ഒരു സംഗീത സംവിധായകനായി അവരോധിക്കപ്പെടുന്ന ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒരർത്ഥത്തിൽ മലയാള സിനിമ മുഴുവൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ജോൺസന്റെ അതിലെ ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റുമായിരുന്നു. കുറുനിരയോ
മഴ മഴ മുകിൽ നിരയോ കൊനു കൊനു ചികുരമദനലാസ്യലഹരിയോ എന്ന് പറഞ്ഞിട്ട് ജയചന്ദ്രന് ഒരു പുതിയ ലിഫ്റ്റ് കിട്ടിയ പാട്ടാണ് അത്. അങ്ങനെ ഞാൻ വലതുകാല് വെച്ച് എന്ന് തന്നെ പറയാം, മലയാള സിനിമയിൽ വലതുകാല് വെച്ച് ഒരു ഹിറ്റ് റൈറ്ററായിട്ട് മാറുന്നത് വാസ്തവത്തിൽ ബിക്കോസ് ഓഫ് ജോൺസൺ ആൻഡ് ഭരതൻ. വിവാഹത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. അതെ, ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ പടത്തില് ഭരതേട്ടന്റെ പടമായിരുന്നു. അതിനപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആദ്യം. അപ്പം എല്ലാരും പറയായിരുന്നു, ബാലേന്ദ്ര മേനോനാണ് ചേട്ടൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു, പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കുഞ്ഞിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത് റാണിയുടെ ഭാഗ്യം. ഒരു വൈകാരികമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോൺസൺ ഒരിക്കലും ഒരു അപകടം പറ്റിയല്ലോ, ട്രെയിനിൽ നിന്ന് ജോൺസൺ ഒരു രാത്രി വീണുപോയി. അങ്ങനെ അതാണ് ആ നെറ്റിയിലെ കലയൊക്കെ. അപ്പോൾ ട്രെയിനിൽ നിന്ന് വീണ വിവരം മദ്രാസിലിരിക്കുന്ന റാണി അറിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ അറിയാലോ. ഞാനാണെങ്കിൽ അവിടെ വന്ന് സിയാദ് കോക്കറിനൊക്കെ വിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് അന്തിക്കാടുന്ന് പോന്നിട്ടില്ല. വേവലാതിപ്പെട്ടിരിക്കുന്ന റാണി ഒരു ഇത്തിരി സമാധാനമായത് ജോൺസൺ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വിളിച്ചിരുന്നു റാണിയോട് പറഞ്ഞു, റാണി പേടിക്കാതിരിക്കുക, എന്തെങ്കിലും കൂടുതൽ വലിയ ഇഷ്യൂസ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന റാണിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവിടെ ആയിരിക്കില്ലേ? അത് വിളിച്ചിട്ട് ഓരോ ഇതാ പറയണ, അവിടെ പെട്ടി ഇവിടെ പെട്ടി എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷനായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞതാണ്, റാണി സമാധാനമായിരിക്കും, എന്തെങ്കിലും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുമോ എന്ന് ചോദിച്ചത്. അപ്പോഴാണ് ഒന്ന് ശാന്തമായി എന്ന് ജോൺസൺ പറഞ്ഞിട്ടുണ്ട് പിന്നീട്. അല്ല, സത്യമാണ്, ഒരു സൗഹൃദമുള്ള സ്ഥിതിക്ക് നമ്മളവിടെ ഓടിയെത്തും എന്നുള്ളൊരു ബോധ്യമുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പാട്ട് ഇന്നതാണ് ഇഷ്ടം എന്നൊക്കെ റാണി ആന്റിയോട് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ? അല്ലെ റാണി ആന്റിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ചെയ്തിട്ട് ഞങ്ങളത് പിന്നെ സിനിമാ പാട്ടായിട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെയില്ല. എല്ലാ പാട്ടുകളും ചേട്ടൻ അങ്ങനെ ഇഷ്ടമായിരുന്നു. റാണി ആന്റി പറയുമായിരുന്നു ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് ഇന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇപ്പൊ വിവാഹ ശേഷം വിവാഹത്തിന് മുമ്പ് ചെയ്ത പാട്ടുകളിൽ ഏതാ ഇഷ്ടം എന്ന് ചോദിക്കുമോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ എല്ലാ പാട്ട് കേൾക്കുമ്പോ നല്ല പാട്ട് അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. റാണിയന്റെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് ഏതായിരിക്കും റാണിയന്റെ? എന്റെ മൺവീണയിൽ എന്നുള്ള റാണി പലപ്പോഴും പറഞ്ഞു, എന്റെ മൺവീണയിൽ കൂടണയാൻ ഒരു മൗനം നേരം പുലരുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ ONV സാറിന്റെ വരികളാണ്. എന്റെ മൺവീ. ജോൺസൺ മാസ്റ്ററെ നമ്മളോടൊപ്പം ഇപ്പോൾ ഓർക്കുകയാണ് ഗായകനും സംഗീത സംവിധായകനുമായ നടേശ് ശങ്കർ. ജോൺസേട്ടനൊരു ദിവസം അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് സുഖമില്ലാതെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാറ്. ട്രാക്ക് പാടാൻ ആരെയും വിളിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. അപ്പോൾ അദ്ദേഹം തന്നെ കയറി പാടുന്ന ഒരു രീതിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് തീരെ തൊണ്ടയ്ക്ക് സുഖമില്ലാതെ ഒരു പാട്ടുകാരൻ അന്വേഷിച്ച് രാജാമേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ആരെ കൊണ്ട് അത്ര മണി പാടിക്കാതെ? അങ്ങനെ രാജാമേട്ടൻ എന്നെ പരിചയപ്പെടുത്തി ജോൺസേട്ടനെ. അങ്ങനെ ജോൺസേട്ടൻ്റെ പാട്ട് ആദ്യമായിട്ട് പാടുന്നത് എന്നും നന്മകൾ എന്ന് പറഞ്ഞ സത്യേട്ടൻ്റെ പടം, സത്യാനന്ദിക്കാരൻ സാറിൻ്റെ പടം, താരാഗണങ്ങൾക്ക് താഴെ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ജോൺസേട്ടൻ്റെ പാടിയത്. അവിടെ നിന്ന് അങ്ങോട്ട് അത് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് പാടാൻ എന്നെ വിളിക്കുന്നത് ഞാൻ വേറൊരു സ്ഥലത്ത് റെക്കോർഡിങ്ങിന് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേവേന്ദ്രൻ എന്ന് പറയുന്ന തമിഴിലൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ച് പ്രസാദ് ലാബ് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഈ പാട്ട് പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് പഠിച്ച് അരമണിക്കൂറിനുള്ളിൽ റെക്കോർഡിങ്ങും കഴിഞ്ഞു, പാട്ട് പഠനം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ജോൺസേട്ടൻ പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും, പിന്നെ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരയ്ക്കുള്ള ഒരുപാട് പാട്ടുകൾ എനിക്ക് പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ റെക്കോർഡിങ്ങുകൾക്കും പാടുമ്പോൾ മധുരം ചെയ്യാൻ പ്രതിബന്ധു, മഞ്ചാടി മണി കൊണ്ടു മാണിക്കൂടം നിറഞ്ഞു, താരാഗണങ്ങൾക്ക് താഴെ, സ്നേഹാർത്ഥ സന്ധിക്ക് മീത്, അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുണ്ട്. അദ്ദേഹം പാതിര പാൽക്കടല്, അങ്ങനെ എണ്ണിയാ തീരില്ല എത്രയധികം പാട്ടുകൾ എനിക്ക് പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ജോൺസണിന്റെ. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മിൻമിൻ ചേച്ചി വളരെ നന്ദി. വന്നതിന് നിഷാദ് ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സത്യൻ സാർ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ടെലിവിഷൻ പരിപാടികളിലൊരു സാന്നിധ്യമേ അല്ല, വല്ലപ്പോഴും മാത്രം അത്ര സെലക്റ്റീവായി ചില സിനിമയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടല്ലാതെ സന്നിഹിതനാകാത്ത ഒരാളാണ്. ഞങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജോൺസൺ മാസ്റ്ററുടെ ഒരു എപ്പിസോഡാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം
ഇതിൽ വരാമെന്നേറ്റു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. റാണി ആന്റി ഒരുപക്ഷെ ടെലിവിഷൻ പ്രേക്ഷകർ അധികം കണ്ടിട്ടേ ഉണ്ടാവില്ല. ആദ്യം ഒരു അർദ്ധസമ്മതവും പിന്നീട് പൂർണ്ണ സമ്മതവും നൽകി ഈ പരിപാടിയിലേക്ക് റാണി ആന്റിയും വന്നു. ഒരു ആരാധകർ എന്ന നിലയിലോ ആസ്വാദകർ എന്ന നിലയിലോ ഒക്കെ നമ്മൾ മലയാളികളായിട്ടാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ ജോൺസൺ മാസ്റ്ററിൽ നിന്നോ അദ്ദേഹത്തിന്റെ പാട്ടിൽ നിന്നോ ഒക്കെ ഒളിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ജോലിയാണ്. എവിടെയെങ്കിലുമൊക്കെ പാട്ടായിട്ട് വരും, നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കും. നമ്മളെ സംബന്ധിച്ച് അവരെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആരാധകരാണ്, ആസ്വാദകരാണ്. എന്നാൽ സത്യൻ സാറിനെ പോലെയുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ റാണി ആന്റിയെ പോലെ സ്വന്തമായുള്ളവർക്ക് അത് ഓർക്കേണ്ടതില്ല. അവർ മറക്കാത്ത കാര്യങ്ങളാണ് ഓരോന്നും. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരത്തിലുള്ള ഓർമ്മകളിലേക്ക് ഒരുപാട് യാത്ര ചെയ്യാതെ ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പര ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. നന്ദി. നമുക്ക് സൈൻ ചെയ്യാം. ഓക്കെ. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ജോൺസൺ മാസ്റ്ററുടെ പ്രിയ പത്നി റാണി ആന്റിക്ക് ബഹുമാനപ്പെട്ട സത്തനന്തിക്കാട് സാർ അമൃത ടിവിയുടെ വകയായുള്ള ഉപഹാരം സമർപ്പിക്കുന്നു. ഉള്ളിൽ ആമോദത്തിരകൾ ഉയർത്തുന്ന ഒരുപാട് മനോഹരങ്ങളായ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ജീവിതത്തിലൂടെ, സംഗീതത്തിലൂടെ, സുഹൃത്തുക്കളിലൂടെ, സിനിമകളിലൂടെയൊക്കെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അതേ ഗാനത്തിന്റെ അടുത്ത വരിയിൽ പറയുന്ന ഒരു കൗതുകമുണർത്തുന്ന വാക്ക് മൗനം പാടുന്നു. മൗനമായി പാടുക എന്നത് അസാധ്യമാണ്. ജോൺസൺ മാസ്റ്ററെ ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് എത്ര അസാധ്യമാണോ അത്രയും